നിന്റെ മനസ്സിൻ്റെ മുറിവെത്രയോ അടിയേറ്റ ദൈവത്തിനറിയാം നിന്റെ സഹനത്തിൻ വേദനയെ പരിഹാസങ്ങൾ നിന്ദനങ്ങൾ നിനക്കായല്ലേ ഞാനേറ്റത് കരയാതെ മകനെ കരയാതെ മകളെ കരുതുന്നവൻ ഞാനല്ലേ എൻ്റെ കരതാരിൽ നീയല്ലേ കരുതുന്നവൻ ഞാനല്ലേ എൻ്റെ കരതാരിൽ നീയല്ലേ മുറിവേറ്റ ദൈവത്തിനറിയാം നിന്റെ മനസ്സിൻ്റെ മുറിവെത്രയോ അടിയേറ്റ ദൈവത്തിനറിയാം നിന്റെ സഹനത്തിൻ വേദനയെ കുരിശിൽ ഞാൻ ചിന്തിയ തിരുരക്തം നിന്റെ പാപത്തിൻ പരിഹാരമല്ലേ കുരിശിൽ ഞാൻ ചിന്തിയ തിരുരക്തം നിന്റെ പാപത്തിൻ പരിഹാരമല്ലേ എൻ വദനത്തിൽ നിന്നൊഴുകും തിരുവചനം നിന്നെ നേടാനല്ലേ എൻ വദനത്തിൽ നിന്നൊഴുകും തിരുവചനം നിന്നെ നേടാനല്ലേ കരയാതെ മകനെ കരയാതെ മകളെ എന്നെന്നും നിന്നോടു ചേരാ തിരുബലിയായി തിരുവോസ്തി തന്നെ എന്നെന്നും നിന്നോടു ചേരാ എന്നതരങ്ങളിൽ നിന്നു ഉതിരും തിരുവചനം നിന്നെ ചേർത്തിടട്ടെ മുറിവേറ്റ ദൈവത്തിനറിയാം നിന്റെ മനസ്സിൻ്റെ മുറിവെത്രയോ അടിയേറ്റ ദൈവത്തിനറിയാം നിന്റെ സഹനത്തിൻ വേദനയെ കരയാതെ മകനെ കരയാതെ മകളെ കരുതുന്നവൻ ഞാനല്ലേ എൻ്റെ കരതാരിൽ നീയില്ലേ കരുതുന്നവൻ ഞാനല്ലേ എൻ്റെ കരതാരിൽ നീയില്ലേ മുറിവേറ്റ ദൈവത്തിനറിയാം നിന്റെ മനസ്സിൻ്റെ മുറിവെത്രയോ അടിയേറ്റ ദൈവത്തിനറിയാം നിന്റെ സഹനത്തിൻ വേദനയെ
എൻ പ്രിയൻ വലങ്കരത്തിൽ പിടിച്ചെന്നെ നടത്തിടുന്നു ദിനം തോറും. സന്തോഷവേളയിൽ സന്താപവേളയിൽ എന്നെ കൈവിടാതെ അനന്യനായി. സന്തോഷവേളയിൽ സന്താപവേളയിൽ എന്നെ കൈവിടാതെ അനന്യനായി. പതറുകയില്ല ഞാൻ, പതറുകയില്ല ഞാൻ. പ്രതികൂലമനവധി വന്നിടിലും വീഴുകയില്ല ഞാൻ, വീഴുകയില്ല ഞാൻ. പ്രലോഭനമനവധി വന്നിടിലും എൻ കാന്തൻ കാത്തിടും, എൻ പ്രിയൻ പോറ്റിടും, എന്നാഥൻ നടത്തിയിടും അന്ത്യം വരെ. എൻ കാന്തൻ കാത്തിടും, എൻ പ്രിയൻ പോറ്റിടും, എന്നാഥൻ നടത്തിയിടും അന്ത്യം വരെ. മുമ്പിൽ ചെങ്കടലാർ തീരച്ചാലെതിരായി പിൻപിൽ വൻവൈരി പിൻഗമിച്ച ചെങ്കടലിൽ കൂടി ചെങ്കൽ പാതയൊരുക്കി അക്കരെ എത്തിക്കും ജയാളിയായി. ചെങ്കടലിൽ കൂടി ചെങ്കൽ പാതയൊരുക്കി അക്കരെ എത്തിക്കും ജയാളിയായി. പതറുകയില്ല ഞാൻ, പതറുകയില്ല ഞാൻ. പ്രതികൂലമനവധി വന്നിടിലും വീഴുകയില്ല ഞാൻ, വീഴുകയില്ല ഞാൻ. പ്രലോഭനമനവധി വന്നിടിലും എൻ കാന്തൻ കാത്തിടും, എൻ പ്രിയൻ പോറ്റിടും, എന്നാഥൻ നടത്തിടും അന്ത്യം വരെ. എൻ കാന്തൻ കാത്തിടും, എൻ പ്രിയൻ പോറ്റിടും, എന്നാഥൻ നടത്തിടും അന്ത്യം വരെ. എരിയും തീച്ചുളയെതിരായെരിഞ്ഞാൽ ശത്രുക്കിനെ പോൽ വീഴ്ത്തപ്പെട്ടാൽ എന്നോടു കൂടെയും അഗ്നിയിലിറങ്ങി വെന്തിടാതെ പ്രിയൻ വിടുവിക്കും. എന്നോടു കൂടെയും അഗ്നിയിലിറങ്ങി വെന്തിടാതെ പ്രിയൻ വിടുവിക്കും. പതറുകയില്ല ഞാൻ, പതറുകയില്ല ഞാൻ. പ്രതികൂലമനവധി വന്നിടിലും വീഴുകയില്ല ഞാൻ, വീഴുകയില്ല ഞാൻ. പ്രലോഭനമനവധി വന്നിടിലും എൻ കാന്തൻ കാത്തിടും, എൻ പ്രിയൻ പോറ്റിടും, എന്നാഥൻ നടത്തിടും അന്ത്യം വരെ. എൻ കാന്തൻ കാത്തിടും, എൻ പ്രിയൻ പോറ്റിടും, എന്നാഥൻ നടത്തിടും അന്ത്യം വരെ. ഗർജിക്കും സിംഹങ്ങൾ വസിക്കും ഗുഹയിൽ ദാനിയേലെ പോൽ വീഴ്ത്തപ്പെട്ടാൽ സിംഹത്തെ സൃഷ്ടിച്ച എൻ സ്നേഹനായകൻ കൺമണി പോലെന്നെ കാത്തുകൊള്ളും. സിംഹത്തെ സൃഷ്ടിച്ച എൻ സ്നേഹനായകൻ കൺമണി പോലെന്നെ കാത്തുകൊള്ളും. പതറുകയില്ല ഞാൻ, പതറുകയില്ല ഞാൻ. പ്രതികൂലമനവധി വന്നിടിലും വീഴുകയില്ല ഞാൻ, വീഴുകയില്ല ഞാൻ. പ്രലോഭനമനവധി വന്നിടിലും എൻ കാന്തൻ കാത്തിടും, എൻ പ്രിയൻ പോറ്റിടും, എന്നാഥൻ നടത്തിടും അന്ത്യം വരെ. കിരുതു തോട്ടിലെ വെള്ളം വറ്റിയാലും കക്കയിൻ വരവൂ നിന്നിടിലും സാരാഫത്തൊരുക്കി ഏലിയാവെ പോറ്റിയ എൻ പ്രിയൻ എന്നെയും പോറ്റിക്കൊള്ളും. സാരാഫത്തൊരുക്കി ഏലിയാവെ പോറ്റിയ എൻ പ്രിയൻ എന്നെയും പോറ്റിക്കൊള്ളും.
പതറുകയില്ല ഞാൻ പ്രതികൂലമനവധി വന്നിടിലും വീഴുകയില്ല ഞാൻ പ്രലോഭനമനവധി വന്നിടിലും എൻ കാന്തൻ കാത്തിടും എൻ പ്രിയൻ പോറ്റിടും എന്നാഥൻ നടത്തിടും അന്ത്യം വരെ. മണ്ണോടു മണ്ണായി ഞാൻ അമർന്നു പോയാലും എൻ കാന്തനേശു കൈവിടില്ല. എന്നെ ഉയർപ്പിക്കും വിൻ ശരീരത്തോടെ കൈക്കൊള്ളുമേഴയെ മഹത്വത്തിൽ. എന്നെ ഉയർപ്പിക്കും വിൻ ശരീരത്തോടെ കൈക്കൊള്ളുമേഴയെ മഹത്വത്തിൽ. പതറുകയില്ല ഞാൻ പ്രതികൂലമനവധി വന്നിടിലും വീഴുകയില്ല ഞാൻ പ്രലോഭനമനവധി വന്നിടിലും എൻ കാന്തൻ കാത്തിടും എൻ പ്രിയൻ പോറ്റിടും എന്നാഥൻ നടത്തിടും അന്ത്യം വരെ. എൻ കാന്തൻ കാത്തിടും എൻ പ്രിയൻ പോറ്റിടും എന്നാഥൻ നടത്തിടും അന്ത്യം വരെ. നിൻമുഖം മാത്രം ഓർക്കുമ്പോൾ മനം കുളിരുന്നു. ഓർമ്മയിൽ നിൻമുഖം മാത്രം ഓർക്കുമ്പോൾ മനം കുളിരുന്നു. മിഴികളിൽ സ്നേഹമൊഴുകുന്നു. യേശുവേ ജീവദായിക, ജീവിതം നിന്നിലേകുന്നു. നിൻഹിതം ഞാനറിയുന്നു. ഓർമ്മയിൽ നിൻമുഖം മാത്രം ഓർക്കുമ്പോൾ മനം കുളിരുന്നു. മിഴികളിൽ സ്നേഹമൊഴുകുന്നു. യേശുവേ ജീവദായിക, ജീവിതം നിന്നിലേകുന്നു. നിൻഹിതം ഞാനറിയുന്നു. ഉള്ളിനുള്ളിൽ സ്നേഹം മാത്രം പകരുന്നു നീ. എന്നെ എന്നും കൺമണിയായി കരുതുന്നു നീ. ഓമനക്കുട്ടനാകുവാൻ നാഥാ എന്റെ കൂടെ നീ വരേണമേ. ഉള്ളിനുള്ളിൽ സ്നേഹം മാത്രം പകരുന്നു നീ. എന്നെ എന്നും കൺമണിയായി കരുതുന്നു നീ. ഓമനക്കുട്ടനാകുവാൻ നാഥാ എന്റെ കൂടെ നീ വരേണമേ. നീ വരും വഴിയരികെ നിന്നെയും കാത്തിരുന്നു. നിന്റെ ദിവ്യവചനങ്ങൾ ഏറെ കൊതിച്ചിരുന്നു. നീ വരും വഴി
കർത്താവേ, നിന്നെ സാക്ഷിയായി മാറിയിടാം. ഓർമ്മയിൽ നിൻമുഖം മാത്രം ഓർക്കുമ്പോൾ മനം കുളിരുന്നു. മിഴികളിൽ സ്നേഹം ഒഴുകുന്നു. ഉള്ളിനുള്ളിൽ സ്നേഹം മാത്രം പകർന്നോനേ, എന്നെ എന്നും കൺമണിയായി കരുതുന്നോനേ. ഓമന കുട്ടനാകുവാൻ നാഥാ, എന്റെ കൂടെ നീ വരേണമേ. ഓർമ്മയിൽ നിൻമുഖം മാത്രം ഓർക്കുമ്പോൾ മനം കുളിരുന്നു. മിഴികളിൽ സ്നേഹം ഒഴുകുന്നു. യേശുവേ, ജീവദായകാ, ജീവിതം നിന്നിലേകുന്നു. നിൻഹിതം ഞാനറിയുന്നു. ദൈവമേ, നിന്റെ വേദപ്രമാണത്തിൽ അടങ്ങിയിരിക്കുന്ന അത്ഭുത കാര്യങ്ങളെ കാണുവാൻ ഞങ്ങളുടെ ഹൃദയ കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ. ആമീൻ. യഹോവേ, ഞാൻ നിന്നെ പുകഴ്ത്തുന്നു. നീ എന്നെ ഉദ്ധരിച്ചിരിക്കുന്നു. എൻ്റെ ശത്രുക്കൾ എന്നെക്കുറിച്ച് സന്തോഷിപ്പാൻ നീ ഇടയാക്കിയതുമില്ല. എൻ്റെ ദൈവമായ യഹോവേ, ഞാൻ നിന്നോട് നിലവിളിച്ചു. നീ എന്നെ സൗഖ്യമാക്കുകയും ചെയ്തു. യഹോവേ, നീ എൻ്റെ പ്രാണനെ പാതാളത്തിൽ നിന്ന് കരയേറ്റിയിരിക്കുന്നു. ഞാൻ കുഴിയിൽ ഇറങ്ങിപ്പോകാതിരിക്കേണ്ടതിന് നീ എനിക്ക് ജീവരക്ഷ വരുത്തിയിരിക്കുന്നു. യഹോവയുടെ വിശുദ്ധന്മാരെ അവന് സ്തുതി പാടുവിൻ. അവൻ്റെ വിശുദ്ധ നാമത്തിന് സ്തോത്രം ചെയ്യുവിൻ. അവൻ്റെ കോപം ക്ഷണനേരത്തേക്കേ ഉള്ളൂ, അവൻ്റെ പ്രസാദമോ ജീവപര്യന്തമുള്ളത്. സന്ധ്യയെങ്കിൽ കരച്ചിൽ വന്ന രാവാർക്കും ഉഷസ്സിലോ ആനന്ദഘോഷം വരുന്നു. ഞാൻ ഒരു നാളും കുലുങ്ങി പോവുകയില്ല എന്ന് എൻ്റെ സുഖകാലത്ത് ഞാൻ പറഞ്ഞു. യഹോവേ, നിന്റെ പ്രസാദത്താൽ നീ എൻ്റെ പർവ്വതത്തെ ഉറച്ചു നിൽക്കുമാറാക്കി. നീ നിന്റെ മുഖത്തെ മറിച്ചു, ഞാൻ ഭ്രമിച്ചുപോയി. യഹോവേ, ഞാൻ നിന്നോട് നിലവിളിച്ചു. യഹോവയോട് ഞാൻ യാചിച്ചു. ഞാൻ കുഴിയിൽ ഇറങ്ങിപ്പോയാൽ എൻ്റെ രക്തം കൊണ്ട് എന്താ ലാഭമുള്ളൂ? ധൂളി നിന്നെ സ്തുതിക്കുമോ? അത് നിന്റെ സത്യത്തെ പ്രസ്താവിക്കുമോ? യഹോവേ, കേൾക്കണമേ, എന്നോട് കരുണയുണ്ടാകണമേ. യഹോവേ, എൻ്റെ രക്ഷകനായിരിക്കണമേ. നീ എൻ്റെ വിലാപത്തെ എനിക്ക് നൃത്തമാക്കി തീർത്തു. എൻ്റെ രട്ട നീ അഴിച്ചോ, എന്നെ സന്തോഷം ഉടിപ്പിച്ചിരിക്കുന്നു. ഞാൻ മൗനമായിരിക്കാതെ നിനക്ക് സ്തുതി പാടേണ്ടതിന് തന്നെ. എൻ്റെ ദൈവമായ യഹോവേ, ഞാൻ എന്നേക്കും നിനക്ക് സ്തോത്രം ചെയ്യും. ദൈവമേ, സ്തുതി എനിക്ക് യോഗ്യമാകുന്നു.
നിന്റെ ദിവ്യവചനങ്ങൾ ഏറെ കൊതിച്ചിരുന്നു. നീ വരും വഴിയരികിൽ നിന്നെയും കാത്തിരുന്നു. നിന്റെ ദിവ്യവചനങ്ങൾ ഏറെ കൊതിച്ചിരുന്നു. പന്തയിലാകും ഞാൻ ഇന്നയിനുള്ളി തുറന്നുവല്ലോ. ധന്യമായ എന്റെ ജീവിതം ഈശോയേ, നന്ദിയേറെ ചെല്ലുന്നു ഞാൻ. ഓർമ്മയിൽ നിന്നുകം മാത്രം ഓർക്കുമ്പോൾ മനം കുളിരുന്നു. മിഴികളിൽ സ്നേഹമൊഴുകുന്നു. പിന്നെ നന്മയായി ജീവിക്കണം എന്നു ചൊല്ലി സ്നേഹത്തിന്റെ പാഠങ്ങൾ നീ പകർന്നേകി. ശത്രുവിനെ സ്നേഹിച്ച് അരുൾ ചെയ്തവനേ, നിന്റെ സ്നേഹം പങ്കുവെച്ചിടാം കർത്താവേ. നിന്റെ സാക്ഷിയായി മാറിടാം. ഓർമ്മയിൽ നിന്നുകം മാത്രം ഓർക്കുമ്പോൾ മനം കുളിരുന്നു. മിഴികളിൽ സ്നേഹമൊഴുകുന്നു. ഉള്ളിനുള്ളിൽ സ്നേഹം മാത്രം പകരുന്നു നീ. എന്നെ എന്നും കൺമണിയായി കരുതുന്നു നീ. ഓമനക്കുട്ടനാകുവാൻ നാഥാ, എന്റെ കൂടെ നീ വരേണമേ. ഓർമ്മയിൽ നിന്നുകം മാത്രം ഓർക്കുമ്പോൾ മനം കുളിരുന്നു. മിഴികളിൽ സ്നേഹമൊഴുകുന്നു. യേശുവേ, ജീവദായകാ, ജീവിതം നിന്നിലേകുന്നു. നിൻഹിതം ഞാനറിയുന്നു. ത്രിയേക ദൈവത്തിന് സ്തുതി. ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. കാൽവരി തറവാട് എക്യൂമെനിക്കൽ ബൈബിൾ കൺവെൻഷനിലാണ് നിങ്ങൾ ഓരോരുത്തരും വന്ന് ചേർന്നിരിക്കുന്നത്. നിങ്ങൾ ഓരോരുത്തരെയും ഞാൻ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. നമുക്ക് ഒരു നിമിഷം കൂടി പ്രാർത്ഥിക്കാം. ഞങ്ങളെ അളവുകൂടാതെ സ്നേഹിക്കുന്ന വാഴ്ത്തപ്പെട്ട കർത്താവേ, നല്ലൊരു രാത്രിക്കായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അപ്പാ, ഹല്ലേലൂയ. കർത്താവേ, 2 3 പേർ എൻ്റെ നാമത്തിൽ എവിടെ കൂടിയാലും അവരുടെ മധ്യേ ഞാനുണ്ട് എന്ന വാഗ്ദത്തം നിന്ന നല്ല പിതാവേ, അപ്പാ സ്തോത്രം. കർത്താവേ, അവിടുന്ന് നിസ്സാരരായി ഞങ്ങളെ സന്ദർശിപ്പാൻ അവിടുന്ന് എഴുന്നള്ളി വരണമേ എന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, പാപം പെരുകിയെടുത്ത കൃപ അത്യന്തം വർദ്ധിച്ചു. കർത്താവേ, അതാകുന്നു അപ്പാ ഞങ്ങളുടെ ക്വാളിഫിക്കേഷൻ. കർത്താവെ, പാപം പെരുകിയെടുത്ത് കൃപ അത്യന്തം വർദ്ധിച്ചു. ഹല്ലേലൂയ. കർത്താവെ, പാപികളും ദോഷികളുമായി ഞങ്ങളെ കർത്താവെ സന്ദർശിപ്പാൻ അവിടെ നിന്ന് എഴുന്നള്ളി വരണമേ എന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അപ്പോൾ ഇന്ന് കടന്നു വന്നിരിക്കുന്ന ഓരോരുത്തരെയും കർത്താവെ പേരായി നിൻ്റെ മുറിഞ്ഞ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അപ്പോൾ അവർ ഏതെല്ലാം ഭാരങ്ങളും പ്രയാസങ്ങളുമായിട്ടാണോ കടന്നു വന്നിരിക്കുന്നത്, അപ്പോൾ നീ അതിന് പരിഹാരം തന്ന് കർത്താവെ ഇന്ന് പറഞ്ഞ് എഴുന്നേൽപ്പിക്കണമേ എന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അപ്പോൾ അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാമെന്ന് അവിടുന്ന് വാഗ്ദത്തം
അപ്പോൾ അവിടുന്ന് വാക്ക് പറഞ്ഞിട്ടുണ്ടല്ലോ കർത്താവേ, ഞങ്ങളിതാ നിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വരുന്നു കർത്താവേ. അപ്പോൾ ഇന്ന് ഞങ്ങളെ അനുഗ്രഹിക്കുന്ന നല്ല ദിവസമാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. സ്വർഗം ചായച്ച് ഇറങ്ങി വരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. നിസ്സാരരായി ഞങ്ങളെ സന്ദർശിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അപ്പോൾ ഇന്ന് കടന്നു വന്ന ഓരോരുത്തരെയും പേരുപേരായി ഒരിക്കൽ കൂടി ഏൽപ്പിക്കുന്നു. അപ്പോൾ നീ അവരുടെ ഓരോ ആവശ്യങ്ങളോടും കൂടിയിരിക്കണമേ കർത്താവേ. രോഗികളായി കടന്നു വന്നവരുണ്ട് കർത്താവേ, കടഭാരങ്ങളാൽ വലയുന്നവരായിട്ടുള്ളവരുണ്ട് കർത്താവേ. അപ്പോൾ അനേകം വേദനാ വിഷയങ്ങളുമായി കടന്നു വന്നവരുണ്ട് കർത്താവേ. അപ്പോൾ നീ സകല പ്രശ്നങ്ങൾക്കും പരിഹാരം അപ്പോൾ നിന്റെ കുരിശിൻ്റെ ചൂട്ടലുണ്ടെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു കർത്താവേ. അവിടുന്ന് അവസാനം വിളിച്ചവരവരെയും ഞങ്ങൾക്ക് വേണ്ടി ഊട്ടിത്തന്ന നല്ല പിതാവേ. അപ്പോൾ അവിടുത്തെ പരിശുദ്ധ രക്തം കർത്താവേ ഈ ആരംഭത്തിൽ തന്നെ ഞങ്ങളെ കഴുകണമേ എന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അപ്പോൾ ഈ പന്തലും പരിസരവും കർത്താവേ, അപ്പോൾ സ്തോത്രം അവിടുത്തെ ദൂതന്മാരുടെ സംരക്ഷണത്തിലായിരിക്കണമേ കർത്താവേ. നിന്റെ ക്രൂശ് ഉയർന്നു നിൽക്കണമേ എന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു കർത്താവേ. നിന്റെ ജയമുള്ള ക്രൂശ് കർത്താവേ ഇവിടെ നിൽക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ക്രൂശിൽ മരിച്ച ക്രിസ്തുവിനെ എല്ലാവരും കണ്ടെത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ക്രൂശിൽ നിന്ന് ഒഴുകുന്ന വിടുതലും സൗഖ്യവും കർത്താവേ അപ്പോൾ ഇന്ന് അനുഭവിക്കുന്ന ദിവസമാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവമേ. അപ്പോൾ ഇന്ന് ഞങ്ങൾ ആലോചിക്കുന്ന ഓരോ വചനങ്ങളിൽ കൂടിയും അപ്പോൾ ആ സ്വർഗത്തിൻ്റെ അപ്പോൾ മാറ്റമില്ലാത്ത വചനം ഞങ്ങളെ കേൾപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. നിന്റെ വചനത്താൽ ഞങ്ങളെ ജീവിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. നിന്റെ വചനത്താൽ ഞങ്ങളെ സൗഖ്യമാക്കണമേ എന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു കർത്താവേ. നിന്റെ വചനത്തിൻ്റെ അത്ഭുതകരമായ ശക്തി കർത്താവേ ഈ ആരംഭത്തിൽ തന്നെ വ്യാപരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. വചനം ഞങ്ങൾക്ക് വിഭാഗിച്ച് തരണമേ കർത്താവേ. 5 അപ്പവും 2 മീനും കർത്താവേ ബാലകൻ കർത്താവേ നിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചപ്പോൾ അപ്പോൾ അത് വാഴ്ത്തി നുറുക്കി അപ്പോൾ മുറിച്ച കർത്താവേ അനേകർക്ക് മതിയാവുന്ന വിധം കർത്താവേ അപ്പോൾ അവിടുന്ന് വിഭാഗിച്ചു കൊടുത്തതുപോലെ കർത്താവേ ഞങ്ങൾ ആലോചിക്കുന്ന തിരുവചനങ്ങൾ കർത്താവേ നീ ഞങ്ങളോട് സംസാരിക്കണമേ എന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു കർത്താവേ. തന്നെല്ലാം നിർമ്മൾക്കായി സ്തോത്രം കർത്താവേ. ഇന്ന് ഇവിടം വിട്ട് കടന്നു പോകുമ്പോൾ കർത്താവേ അപ്പനെ ഹൃദയത്തിൽ ഉൾക്കൊണ്ടവരായി കർത്താവിൻ്റെ തേജസ് പ്രാപിച്ചവരായി ഇന്ന് മടങ്ങി പോകാൻ തക്കോണം ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിനാൽ ഞങ്ങൾ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഇവിടുത്തെ ദൂതന്മാരെ ഞങ്ങളുടെ മധ്യത്തിലേക്ക് അയക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അപ്പം നിന്റെ തേജസ് ഞങ്ങളുടെ മേൽ പകരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. സകല അന്ധകാര ശക്തികളെയും യേശുവിൻ്റെ രക്തത്തിൻ്റെ അത്ഭുത ശക്തിയാൽ കർത്താവെ ഞങ്ങൾ ഭക്ഷിച്ചകറ്റുകയാണ് കർത്താവേ. ഞങ്ങൾ നിന്റെ ആലയങ്ങളാക്കി മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിന്റെ തേജസ് ഞങ്ങളുടെ മേൽ പകരുവാൻ തിരുമനസ്സാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അപ്പോൾ ഞങ്ങൾ കർത്താവെ താഴ്ത്തി സമർപ്പിക്കുന്നു കർത്താവേ. അപ്പോൾ അതിന് കടന്നു പോകുമ്പോൾ കർത്താവേ അപ്പനെയും ചുമന്നുകൊണ്ട് പോകുന്ന മക്കളാക്കി ഞങ്ങൾ മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിനായി ഞങ്ങൾക്ക് വേണ്ടി ജീവൻ യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേട്ട് ഉത്തരം തരുമാറാകണം പിതാവേ. ആമേൻ. ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഒരിക്കൽ കൂടി കർത്താവിൻ്റെ നാമത്തിൽ നമുക്ക് ചേർന്ന് വരുവാൻ ദൈവം നമ്മൾക്ക് നന്നായി നല്ല സാവകാശത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. നല്ലൊരു കാലാവസ്ഥ നമുക്ക് ദൈവം അനുകൂലമാക്കി തന്നു. നമുക്ക് ഒരുമിച്ച് ചേരുവാൻ ഇത്രയും പേർക്കെങ്കിലും ഒരുമിച്ച് കൂടുവാൻ ദൈവം തന്ന ഈ നല്ല ഭാഗ്യത്തിനായി ദൈവത്തെ സ്തുതിക്കുകയാണ്, സ്തോത്രം ചെയ്യുകയാണ്. കഴിഞ്ഞ മാസങ്ങളിലായി നാം ചിന്തിച്ചു കൊണ്ടിരുന്നത് മരണം എന്ന വിഷയം സംബന്ധിച്ചുള്ള കാര്യങ്ങളായിരുന്നു നമ്മൾ ചിന്തിച്ചു കൊണ്ടിരുന്നത്. ബൈബിളിൽ ആത്മീക മരണം, ക്രിസ്തുവിൻ്റെ മരണം, പ്രകൃത മരണം, ദുഷ്ടന്മാരുടെ മരണം, നിത്യമരണം, വിശുദ്ധന്മാരുടെ മരണം, പ്രകാരം 6 വിഷയങ്ങൾ നാം ചിന്തിക്കുകയുണ്ടായി. ഇന്ന് നാം ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നത് ദൈവദൂതന്മാർ എന്നുള്ള ഒരു വിഷയം സംബന്ധിച്ചാണ് നമുക്ക് അല്പസമയം ചിന്തിക്കാൻ ഇരിക്കുന്നത്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും അറിയാം ദൈവത്തിൻ്റെ ദൂതന്മാർ. ദൈവമഹത്വത്തിൻ്റെ പ്രഖ്യാതാക്കളാണ് ഈ ദൈവത്തിൻ്റെ ദൂതന്മാർ. പിതാവാം ദൈവം സ്വർഗരാജ്യത്തിൽ ഉണ്ട്, പുത്രനാം ദൈവം സ്വർഗരാജ്യത്തിലുണ്ട്, പരിശുദ്ധാത്മാവാം ദൈവം സ്വർഗരാജ്യത്തിലുണ്ട്. ദൈവത്തിൻ്റെ കോടാനുകോടി ദൂതന്മാർ നമുക്ക് വേണ്ടി ദൈവം സൃഷ്ടിച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ച് ദൈവദൂതന്മാരെ കുറിച്ചാണ് നാം ഇന്ന് ചിന്തിക്കാൻ പോകുന്നത്. ഇവരെ, ഈ ദൈവദൂതന്മാരെ ദൈവവും ക്രിസ്തുവും സൃഷ്ടിച്ചു എന്ന് നമുക്ക് പഴയ നിയമ പുസ്തകം വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും. ദൈവവും ക്രിസ്തുവും ചേർന്നാണ് ഈ ദൈവദൂതന്മാരെ സൃഷ്ടിച്ചത്. നമ്മളെ സൃഷ്ടിച്ചത് ആരാണ്? നമ്മളെ സൃഷ്ടിച്ചത് പിതാവാം ദൈവവുമാണ് നമ്മെ സൃഷ്ടിച്ചത്.
തൻ്റെ സാദൃശ്യത്തിലും തൻ്റെ സ്വരൂപത്തിലുമാണ് നമ്മെ ഓരോരുത്തരെയും സൃഷ്ടിച്ച് ഈ ഭൂമിയിലാക്കിയിരിക്കുന്നത്. എന്നാൽ ദൈവദൂതന്മാരെ ആരാണ് സൃഷ്ടിച്ചത്? ദൈവദൂതന്മാരെ സൃഷ്ടിച്ചത് ദൈവവും ക്രിസ്തുവും ചേർന്നാണ് ദൈവദൂതന്മാരെ സൃഷ്ടിച്ചത്. നമുക്ക് പഴയ നിയമ പുസ്തകത്തിലേക്ക് നോക്കുമ്പോൾ നെഹമ്യാവിന്റെ പുസ്തകം 9-ാം അധ്യായം 6-ാം വാക്യത്തിൽ ഇപ്രകാരം വായിക്കാം: നീ മാത്രം യഹോവയാകുന്നു. നീ ആകാശത്തെയും സ്വർഗാദി സ്വർഗത്തെയും അവയിലെ സകല സൈന്യത്തെയും ഭൂമിയെയും അതിലുള്ള സകലത്തെയും സമുദ്രങ്ങളെയും അവയിലുള്ള സകലത്തെയും ഉണ്ടാക്കി. നീ അവയെ ഒക്കെയും രക്ഷിക്കുന്നു. ആകാശത്തിലെ സൈന്യം നിന്നെ നമസ്കരിക്കുന്നു. നെഹമ്യാ പ്രവാചകൻ പറയുകയാണ്, നീ മാത്രം യഹോവയാകുന്നു. അതേ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ദൈവത്തിന്റെ നാമം എന്താണ്? നമ്മുടെ ദൈവത്തിന്റെ നാമമാണ് യഹോവ. നീ മാത്രം യഹോവയാകുന്നു. നീ ആകാശത്തെയും സ്വർഗാദി സ്വർഗത്തെയും അവയിലെ സകല സൈന്യത്തെയും ഭൂമിയെയും അതിലുള്ള സകലത്തെയും സമുദ്രങ്ങളെയും അവയിലുള്ള സകലത്തെയും ഉണ്ടാക്കി. നമ്മുടെ ദൈവം എത്ര വലിയവനാണ് പ്രിയപ്പെട്ടവരെ! ഈ ദൈവത്തെക്കുറിച്ച് നാം എപ്പോഴെങ്കിലും ചിന്തിക്കാറുണ്ടോ? യഹോവയായ ദൈവം ആകാശത്തെ സൃഷ്ടിച്ചു, സ്വർഗാദി സ്വർഗത്തെ സൃഷ്ടിച്ചു, അവയിൽ സകല സൈന്യങ്ങളെ സൃഷ്ടിച്ചു, ഭൂമിയെയും അതിലുള്ള സകലത്തെയും സൃഷ്ടിച്ചു, സമുദ്രങ്ങളെയും അവയിലുള്ള സകലത്തെയും ഉണ്ടാക്കി. നീ അവയൊക്കെയും രക്ഷിക്കുന്നു. അതെ, ഇവയൊക്കെയും രക്ഷിക്കുന്നവനായ ഒരു ദൈവം. ആകാശത്തിലെ സൈന്യം നിന്നെ നമസ്കരിക്കുന്നു. You alone are the Lord. You made the heavens, even the highest heavens, and all their starry host, the earth and all that is on it, the seas and all that is in them. You give life to everything, and the multitudes of heaven worship you. ആകാശത്തിലെ സൈന്യം ദൈവത്തെ നമസ്കരിക്കുന്നു. സൃഷ്ടാവിനെ നാം നമസ്കരിക്കണം പ്രിയപ്പെട്ടവരെ. നമ്മുടെ ദൈവത്തെ നാം ആരാധിക്കണം. രണ്ടാമതായി കൊലസ്ത്യർക്കെഴുതിയ ലേഖനം 1-ാം അധ്യായം 16-ാമത്തെ വാക്യത്തിൽ നമുക്ക് ഇപ്രകാരം വായിക്കാം: സിംഹാസനങ്ങളാകട്ടെ, കർത്തൃത്വങ്ങളാകട്ടെ, വാഴ്ചകളാകട്ടെ, അധികാരങ്ങളാകട്ടെ, സകലവും അവൻ മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടു. അവൻ മുഖാന്തരം അവനായിട്ടും സകലവും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. അതേ പ്രിയപ്പെട്ടവരെ, സിംഹാസനങ്ങളാകട്ടെ, കർത്തൃത്വങ്ങളാകട്ടെ, വാഴ്ചകളാകട്ടെ, അധികാരങ്ങളാകട്ടെ, സകലവും അവൻ മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടു. അവൻ മുഖാന്തരവും അവനായിട്ടും സകലവും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. അത് പിതാവാം ദൈവവും പുത്രനായ യേശുക്രിസ്തുവും ചേർന്നാണ് പ്രിയപ്പെട്ടവരെ ഇതെല്ലാം സൃഷ്ടിച്ചിരിക്കുന്നത്. സിംഹാസനങ്ങളാകട്ടെ, നാം ഈ നാട്ടിൽ കേട്ടിട്ടുണ്ട് സിംഹാസനത്തിൽ ഇരുന്ന് ഭരിച്ച രാജാക്കന്മാരെ കുറിച്ച്. എന്നാൽ സ്വർഗത്തിൽ സിംഹാസനങ്ങളുണ്ട് പ്രിയപ്പെട്ടവരെ. കർത്തൃത്വങ്ങളാകട്ടെ, വാഴ്ചകളാകട്ടെ, അധികാരങ്ങളാകട്ടെ, സകലവും അവൻ മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടു. അവൻ മുഖാന്തരവും അവനായിട്ടും സകലവും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. For by him all things were created, things in heaven and on earth, visible and invisible, whether thrones or powers or rules or authorities, all things were created by him and for him. ദൈവമാണ് ഇതെല്ലാം നമുക്ക് സൃഷ്ടിച്ചിരിക്കുന്നതെന്ന് നമുക്ക് കാണുവാൻ കഴിയും. രണ്ടാമതായി ദൈവദൂതന്മാരെ കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ ദൈവത്തെയും ക്രിസ്തുവിനെയും ആരാധിക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. ദൈവത്തിന്റെ ദൂതന്മാർ ക്രിസ്തുവിനെ ആരാധിക്കുന്നു, ദൈവത്തെയും ആരാധിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നാം ദൈവത്തെ ആരാധിക്കുന്നവരാണോ പ്രിയപ്പെട്ടവരെ? നമുക്ക് ചിന്തിക്കാം. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 9 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ വായിച്ചു കേൾക്കാം. അതുകൊണ്ട് ദൈവവും അവനെ ഏറ്റവും ഉയർത്തി സകല നാമത്തിലും മേലായ നാമം നൽകി. അങ്ങനെ യേശുവിന്റെ നാമത്തിൽ സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലൊക്കെയും മടങ്ങുകയും എല്ലാ നാവും യേശുക്രിസ്തു കർത്താവ് എന്ന പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിനായി ഏറ്റുപറയുകയും ചെയ്യേണ്ടി വരും. എന്താണ് പ്രിയപ്പെട്ടവരെ വായിച്ചു കേട്ടത്? അതുകൊണ്ട് ദൈവവും അവനെ ഏറ്റവും ഉയർത്തി. ആരെയാണ് പ്രിയപ്പെട്ടവരെ? കർത്താവായ യേശുക്രിസ്തുവിനെ ഏറ്റവും ഉയർത്തി. സകല നാമത്തിലും മേലായ നാമം നൽകി.
അതേ പ്രിയപ്പെട്ടവരെ, സകല നാമത്തിലും മേലായ നാമമാണ് ആരുടെ നാമം? കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമം. അങ്ങനെ യേശുവിന്റെ നാമത്തിങ്കൽ സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലൊക്കെയും മടങ്ങുകയും, അതേ പ്രിയപ്പെട്ടവരെ, സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലൊക്കെയും മടങ്ങുകയും എല്ലാ നാവും യേശുക്രിസ്തു കർത്താവ് എന്ന് പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിനായി ഏറ്റുപറയുകയും ചെയ്യേണ്ടി വരും. പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിനായിട്ടാണ് ഏറ്റുപറയുന്നത്. എന്താണ് പ്രിയപ്പെട്ടവർ ഏറ്റുപറയുന്നത്? യേശുക്രിസ്തു കർത്താവെന്ന്. നമ്മുടെ നാവിൽ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമം നമ്മുടെ നാവിൽ ഉണ്ടോ പ്രിയപ്പെട്ടവരെ? യേശുക്രിസ്തു കർത്താവെന്ന് സകല നാവും ഏറ്റുപറയും. നമ്മുടെ നാവിൽ എന്ത് നാമമാണ് പ്രിയപ്പെട്ടവരെ ഉള്ളത്? ഇന്ന് നമ്മുടെ നാവിൽ ആ നാമമില്ല എങ്കിൽ കർത്താവായ യേശുക്രിസ്തു എന്ന നാമം നമ്മുടെ നാവിൽ വരച്ചു തരുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട് പ്രിയപ്പെട്ടവരെ. നിങ്ങൾ ഒരു നിമിഷം പ്രാർത്ഥിക്കുക, അപ്പാ നിന്റെ നാമം ഞങ്ങളുടെ നാവിലൊന്ന് വരച്ചു തരണമേ എന്ന് പ്രാർത്ഥിക്കുക. കർത്താവായ യേശുക്രിസ്തു കർത്താവ് എന്ന് അവനെ നമ്മുടെ ഹൃദയത്തിലേക്ക് കർത്താവും രക്ഷിതാവുമായി സ്വീകരിക്കുക പ്രിയപ്പെട്ടവരെ. യേശുക്രിസ്തു കർത്താവ് എന്ന പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിനായി ഏറ്റുപറയുകയും ചെയ്യേണ്ടി വരും പ്രിയപ്പെട്ടവരെ. പിതാവായ ദൈവത്തിന്റെ മഹത്വം, അതാണ് പ്രിയപ്പെട്ടവരെ ദൈവദൂതന്മാർ നമ്മെ കാണിക്കുന്നത്. Therefore God exalted him to the highest place and gave him the name that is above every name, that at the name of Jesus every knee should bow in heaven and on earth and under the earth, and every tongue confess that Jesus Christ is Lord, to the glory of God the Father. എല്ലാ നാവും ഏറ്റുപറയും പ്രിയപ്പെട്ടവരെ. നമുക്കൊന്ന് ഏറ്റു പറഞ്ഞാലോ പ്രിയപ്പെട്ടവരെ? നമ്മുടെ നാവ് കൊണ്ടൊന്ന് പറഞ്ഞേ യേശുക്രിസ്തു കർത്താവ് എന്നൊന്ന് പറഞ്ഞേ പ്രിയപ്പെട്ടവരെ. യേശുക്രിസ്തു കർത്താവ്. നിങ്ങളൊന്ന് ഏറ്റു പറയൂ പ്രിയപ്പെട്ടവരെ. യേശുക്രിസ്തു കർത്താവ്, യേശുക്രിസ്തു കർത്താവ്. എന്താണ് പ്രിയപ്പെട്ടവരെ കർത്താവ്? കർത്തൃത്വം ഏറ്റെടുക്കുന്നവനാണ്. നമ്മുടെ മുഴുവൻ നിയന്ത്രണവും ഏറ്റെടുക്കുന്നവനാണ് ആര്? കർത്താവായ യേശുക്രിസ്തു. എങ്കിൽ മാത്രമേ ആ കർത്തൃത്വം നമ്മൾ ഏൽപ്പിച്ചു കൊടുത്താൽ മാത്രമേ യേശുവിനെ കർത്താവെന്ന് നമ്മുടെ വായ് കൊണ്ട് ഏറ്റുപറയാൻ കഴിയുള്ളൂ പ്രിയപ്പെട്ടവരെ. അടുത്തായി നമുക്ക് വായിക്കാം എബ്രായർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 6-ാം വാക്യം വായിച്ചു കേൾക്കാം. ആദിജാതനെ പിന്നെയും ഭൂതലത്തിലേക്ക് പ്രവേശിപ്പിക്കുമ്പോൾ ദൈവത്തിന്റെ സകല ദൂതന്മാരും അവനെ നമസ്കരിക്കണമെന്ന് താൻ അരുളി ചെയ്യുന്നു. അതെ, ദൈവദൂതന്മാർ ദൈവത്തെയും ക്രിസ്തുവിനെയും ആരാധിക്കുന്നു പ്രിയപ്പെട്ടവരെ. ആദ്യജാതൻ ആരാണ് പ്രിയപ്പെട്ടവരെ? ആദ്യജാതനെ പിന്നെയും ഭൂതലത്തിലേക്ക് പ്രവേശിപ്പിക്കുമ്പോൾ ദൈവത്തിന്റെ സകല ദൂതന്മാരും അവനെ നമസ്കരിക്കണമെന്ന് താൻ അരുളി ചെയ്യുന്നു പ്രിയപ്പെട്ടവരെ. അതെ, ദൈവത്തിന്റെ ദൂതന്മാർ ദൈവത്തെ നമസ്കരിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ. And again, when God brings his firstborn into the world, he says, let all God's angels worship him. ദൈവത്തെ എപ്പോഴും ആരാധിച്ചു കൊണ്ടിരിക്കുന്നു പ്രിയപ്പെട്ടവരെ. ദൈവദൂതന്മാരെ നമ്മൾക്ക് കാണാം. ഒരു നിമിഷം നമ്മൾക്ക് സ്വർഗീയ ചിന്തകൾ കൊണ്ട് നമുക്കൊന്ന് നിറയാൻ പ്രിയപ്പെട്ടവരെ. ഒരു സ്വർഗമുണ്ട് പ്രിയപ്പെട്ടവരെ. ആ സ്വർഗത്തിൽ പിതാവാം ദൈവത്തെയും പുത്രനാം ദൈവത്തെയും ആരാധിക്കുന്ന ദൈവദൂതന്മാരെ നമുക്കൊന്ന് ഒരു നിമിഷം ചിന്തിക്കാം പ്രിയപ്പെട്ടവരെ. ആ ഏഞ്ചൽസിനെ കുറിച്ച് നമുക്കൊന്ന് ചിന്തിക്കാം. അടുത്തത്, ദൈവദൂതന്മാർ ശുശ്രൂഷിക്കുന്ന ആത്മാക്കളാണ് പ്രിയപ്പെട്ടവരെ. നമ്മളെ ശുശ്രൂഷിക്കുന്ന ആത്മാക്കളാണ് ദൈവത്തിന്റെ ദൂതന്മാർ. നമുക്ക് പഴയ നിയമ പുസ്തകങ്ങളിലേക്ക് നോക്കുമ്പോൾ 1 രാജാക്കന്മാരുടെ പുസ്തകം 19-ാം അധ്യായം 5-ാം വാക്യം നമുക്ക് വായിച്ചു കേൾക്കാം. അങ്ങനെ അവൻ ചൂരച്ചെടിയുടെ തണലിൽ കിടന്നുറങ്ങുമ്പോൾ പെട്ടെന്ന് ഒരു ദൂതൻ അവനെ തട്ടി അവനോട് എഴുന്നേറ്റ് തിന്നുക എന്ന് പറഞ്ഞു. അങ്ങനെ അവൻ ചൂരച്ചെടിയുടെ തണലിൽ കിടന്നുറങ്ങുമ്പോൾ പെട്ടെന്ന് ഒരു ദൂതൻ അവനെ തട്ടി അവനോട് എഴുന്നേറ്റ് തിന്നുക എന്ന് പറഞ്ഞു. അത് ആരാണ് പ്രിയപ്പെട്ടവരെ? ആരാണ് ഈ തളർന്നു കിടക്കുന്ന ആള്? അത് ദൈവത്തിന്റെ ശ്രേഷ്ഠ പ്രവാചകനായിരുന്ന ഏലിയ പ്രവാചകനാണ് പ്രിയപ്പെട്ടവരെ. വലിയൊരു ശുശ്രൂഷയ്ക്ക് ശേഷം തന്റെ പ്രിയപ്പെട്ട പ്രവാചകൻ തളർന്നു പോയി പ്രിയപ്പെട്ടവരെ. തളർന്ന് ചൂരച്ചെടിയുടെ തണലിൽ എനിക്ക് മരിച്ചാൽ മതി എന്ന് പറഞ്ഞ് കിടക്കുന്ന ഈ ഏലിയ പ്രവാചകന്റെ അരികിലേക്ക് ദൈവം തന്റെ ദൂതനെ അയക്കുന്നു പ്രിയപ്പെട്ടവരെ. നാമും ചില സാഹചര്യങ്ങളിൽ ഇവിടെ നിന്ന് മടുത്തു, ജീവിതം തന്നെ മടുത്തു, എനിക്ക് കടന്നു പോയാൽ മതി എന്ന് വിചാരിച്ചിരിക്കുന്ന സമയം പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ ദൂതൻ നിങ്ങളുടെ അരികിൽ വന്ന് നിങ്ങളെ തട്ടി എഴുന്നേൽപ്പിക്കുന്ന ചില അനുഭവങ്ങൾ ഉണ്ട് പ്രിയപ്പെട്ടവരെ. ദൈവത്തിന്റെ ദൂതൻ അവനെ തട്ടി അവനോട് എഴുന്നേറ്റ് തിന്നുക എന്ന് പറഞ്ഞു പ്രിയപ്പെട്ടവരെ. എഴുന്നേറ്റ് തിന്നുക എന്ന് പറയുന്ന ഒരു ദൂതനുണ്ട് പ്രിയപ്പെട്ടവരെ. ഇത് പഴയ നിയമ കാലഘട്ടങ്ങളിൽ മാത്രമല്ല പ്രിയപ്പെട്ടവരെ. നാമും പലപ്പോഴും
തളർന്ന് വാടിത്തളർന്നിരിക്കുമ്പോൾ നമ്മൾ എഴുന്നേൽപ്പിക്കാൻ ദൈവം തന്റെ ദൂതനെ അയക്കും പ്രിയപ്പെട്ടവരെ. ആ ദൈവദൂതനാണ് പ്രിയപ്പെട്ടവരെ നമ്മളെ പലപ്പോഴും ശക്തീകരിക്കാറ്. നാം പലപ്പോഴും വാടിപ്പോയിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ. നാം പോലും അറിയാതെ നമ്മുടെ അരികിൽ വന്ന് ആ ദൈവത്തിന്റെ ദൂതൻ, കർത്താവ് തന്റെ ദൂതനെ അയക്കാറുണ്ട് പ്രിയപ്പെട്ടവരെ. He lay down under the tree and fell asleep. All at once an angel touched him and said, "Get up and eat." എഴുന്നേറ്റ് തിന്നുക എന്ന് പറയുന്ന ഒരു സ്നേഹം പ്രിയപ്പെട്ടവരെ. വിശന്ന് കിടക്കുന്ന ആ വിശന്ന് തന്റെ ജീവിതം മടുത്തു എന്ന് പറഞ്ഞു കിടക്കുന്ന പ്രവാചകനാണ് പ്രിയപ്പെട്ടവരെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഏലിയ പ്രവാചകൻ സ്വർഗത്തിൽ നിന്ന് തീയിറക്കിയ പ്രവാചകനാണ് പ്രിയപ്പെട്ടവരെ. ആ പ്രവാചകൻ തളർന്നുപോയി. ആ പ്രവാചകൻ പറയുകയാണ്, ഒരു ചുവച്ചെടിയുടെ തണലിൽ പോയി കിടന്നിട്ട് പറയുകയാണ്, ദൈവമേ, എന്റെ ജീവിതം മടുത്തു, എന്റെ ജീവിതം നീ എടുത്തുകൊള്ളുക എന്ന് പറഞ്ഞിരിക്കുമ്പോൾ ദൈവം തന്റെ പ്രിയ പ്രവാചകന് വേണ്ടി സ്വർഗത്തിൽ നിന്ന് ദൂതനെ അയച്ചു. അവനെ തട്ടി ഉണർത്തി എന്നാണ് പ്രിയപ്പെട്ടവരെ ഈ ഭാഗം നാം വായിക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത്. ഇന്ന് നിങ്ങൾ ഈ വാക്ക് കേൾക്കുന്ന ആരെങ്കിലും ഇതുപോലെ മരിച്ചാൽ മതി എന്ന് വിചാരിച്ച് ആരെങ്കിലും ഇരിക്കുന്നുണ്ടോ പ്രിയപ്പെട്ടവരെ? സ്വർഗത്തിൽ നിന്ന് തന്റെ ദൂതനെ അയക്കാൻ സ്വർഗത്തിലെ ദൈവം ഇന്ന് പ്രസാദിച്ചിരിക്കുന്ന മനോഹരമായ ദിവസമാണ് പ്രിയപ്പെട്ടവരെ. ദൈവം തന്റെ ദൂതനെ അയച്ച് നമ്മളെ തട്ടി ഉണർത്തും പ്രിയപ്പെട്ടവരെ. എഴുന്നേറ്റ് തിന്നുക എന്ന് പറയുന്ന സ്നേഹം. അടുത്തായി നമുക്ക് സങ്കീർത്തന പുസ്തകങ്ങളിൽ ദാവീദ് രാജാവ് പറയുകയാണ്, 68-ാം സങ്കീർത്തനം 17-ാം വാക്യം, ദൈവത്തിന്റെ രഥങ്ങൾ 1000-1000 കോടി കോടിയുമാവുന്നു. കർത്താവ് അവരുടെ ഇടയിൽ സീനായിൽ വിശുദ്ധ മന്ദിരത്തിങ്കൽ തന്നെ. നമ്മുടെ ദൈവം ആരാണ് പ്രിയപ്പെട്ടവരെ? ദൈവത്തിന്റെ രഥങ്ങൾ 1000-1000 കോടി കോടിയുമാവുന്നു പ്രിയപ്പെട്ടവരെ. ദൈവത്തിന്റെ രഥങ്ങൾ 1000-1000 കോടി കോടിയുമാവുന്നു. കർത്താവ് അവരുടെ ഇടയിൽ സീനായിൽ വിശുദ്ധ മന്ദിരത്തിങ്കൽ തന്നെ എന്ന് നമുക്ക് കാണുവാൻ കഴിയും. സങ്കീർത്തനക്കാരനായ ദാവീദ് ഈ കാഴ്ച കാണുകയാണ് പ്രിയപ്പെട്ടവരെ. ദൈവത്തിന്റെ രഥങ്ങൾ 1000-1000 കോടി കോടിയുമാവുന്നു. നാം ആരും നിസ്സാരരല്ല പ്രിയപ്പെട്ടവരെ. നാം ഈ ദൈവത്തിന്റെ മക്കളാവുക എന്ന് പറയുന്ന നിസ്സാരമായ ഒരു കാര്യമല്ല പ്രിയപ്പെട്ടവരെ. ദൈവം തന്റെ ദൂതന്മാരെ നമുക്ക് വേണ്ടി നാം പോലും അറിയാതെ, നമുക്കിന്ന് ഈ പുറമെയുള്ള കണ്ണുകൊണ്ട് ദൈവത്തിന്റെ ദൂതന്മാരെ കാണാൻ കഴിയുകയില്ല. പക്ഷേ നമ്മുടെ ആത്മകണ്ണുകൾ തുറന്നു കിട്ടിയാൽ ഈ ദൂതന്റെ വരവും പോക്കും എല്ലാം നമുക്ക് കാണുവാൻ കഴിയും പ്രിയപ്പെട്ടവരെ. The chariots of God are tens of thousands and thousands of thousands. The Lord has come from Sinai into his sanctuary. സീനായിൽ ഇറങ്ങി വന്ന ദൈവമാണ് പ്രിയപ്പെട്ടവരെ. മോശയോടൊപ്പം സ്വർഗത്തിലെ ദൈവം സീനായി മലമേൽ ഇറങ്ങി വന്നു. തന്റെ ന്യായപ്രമാണം നൽകിയതായിട്ട് നമുക്ക് വായിക്കുവാൻ സാധിക്കും പ്രിയപ്പെട്ടവരെ. അടുത്തായി വീണ്ടും സങ്കീർത്തനക്കാരനായ ദാവീദ് പറയുകയാണ്, സങ്കീർത്തനങ്ങൾ 104-ാം അധ്യായം 4-ാം വാക്യം, 104-ാം സങ്കീർത്തനം 4-ാം വാക്യം, അവൻ കാറ്റുകളെ തന്റെ ദൂതന്മാരും അഗ്നിജ്വാലയെ തന്റെ ശുശ്രൂഷകന്മാരുമാക്കുന്നു. അതേ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ദൈവം അവൻ കാറ്റുകളെ തന്റെ ദൂതന്മാരാക്കും, അഗ്നിജ്വാലയെ തന്റെ ശുശ്രൂഷകന്മാരുമാക്കും. പ്രിയപ്പെട്ടവരെ, നാം അറിയുന്നുണ്ടോ കാറ്റുകളെ ദൂതന്മാരാക്കുന്ന ഒരു ദൈവം, അഗ്നിജ്വാലയെ തന്റെ ശുശ്രൂഷകന്മാരാക്കുന്ന ദൈവമാണ് പ്രിയപ്പെട്ടവരെ. ദൈവത്തെ നമുക്ക് സ്തുതിക്കാൻ ഭാഗ്യമുണ്ട് പ്രിയപ്പെട്ടവരെ. He makes winds his messengers. ദൈവത്തിന്റെ മെസ്സഞ്ചേഴ്സ് ആണ് കാറ്റുകൾ. Flames of fire his servants. അഗ്നിജ്വാലകൾ ദൈവത്തിന്റെ സെർവൻസ് ആണെന്ന് കാണുന്നു പ്രിയപ്പെട്ടവരെ. അടുത്തതായി ലൂക്കോസ് എഴുതിയ സുവിശേഷം 16-ാം അധ്യായം 22-ാം വാക്യത്തിൽ നമുക്ക് വായിക്കാം, ആ ദരിദ്രൻ മരിച്ചപ്പോൾ ദൂതന്മാർ അവനെ അബ്രഹാമിന്റെ മടിയിലേക്ക് കൊണ്ടുപോയി. അതേ, ഒരു ദരിദ്രനായ മനുഷ്യൻ മരിക്കാൻ കിടക്കുമ്പോൾ അവനെ ദൂതന്മാർ അബ്രഹാമിന്റെ മടിയിലേക്ക് കൊണ്ടുപോവുകയാണ്. നാം വിചാരിക്കും സ്വർഗത്തിലേക്ക് ഞാൻ എങ്ങനെ പോകുമെന്ന് പ്രിയപ്പെട്ടവരെ. സ്വർഗത്തിലേക്കുള്ള വഴി നമുക്കറിയില്ല. പക്ഷെ നമ്മൾ ഈ ഭൂമിയിൽ നിന്ന് കടന്നു പോകേണ്ട സമയമാകുമ്പോൾ ഈ ദൂതന്മാർ നമ്മുടെ അരികിൽ എത്തും പ്രിയപ്പെട്ടവരെ. ആ ദൂതന്മാർ നമ്മെ സ്വർഗത്തിലേക്ക് കരകയറ്റിക്കൊണ്ട് പോയിക്കൊള്ളും പ്രിയപ്പെട്ടവരെ. നമുക്ക് വഴി അറിയില്ല, പക്ഷേ ഈ ദൂതന്മാർ നമ്മെ കൊണ്ടെത്തിച്ചുകൊള്ളും പ്രിയപ്പെട്ടവരെ. എന്താണ് അതിന് വേണ്ടത്? കർത്താവായ യേശു ക്രിസ്തുവിന് വേണ്ടി നമ്മുടെ ഈ ചെറിയ ഹൃദയം തുറന്നു കൊടുക്കുക എന്ന് മാത്രമാണ് പ്രിയപ്പെട്ടവരെ നമുക്ക് ചെയ്യാനുള്ളൂ. കർത്താവിനോട് പറയുക, ആത്മാർത്ഥമായി കർത്താവിനെ നാം നമ്മുടെ ഹൃദയത്തിലേക്ക് ക്ഷണിക്കുക. ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു, ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവൻ്റെ അരികിൽ ചെന്ന് അവനോടും അവൻ എന്നോടും കൂടി അത്താഴം കഴിക്കും പ്രിയപ്പെട്ടവരെ. ആകെ നാം ചെയ്യാനുള്ള, കർത്താവേ, ഞങ്ങളുടെ ഹൃദയത്തിലേക്ക് നീ ഒന്ന് എഴുന്നള്ളി വരണമേ എന്ന് നാം ഒന്ന് പ്രാർത്ഥിച്ചാൽ മാത്രം മതി പ്രിയപ്പെട്ടവരെ. അവൻ നമ്മുടെ ഹൃദയത്തിനുള്ളിലേക്ക് കടന്നു വരും. അവൻ കടന്നു വന്നാൽ രാജാവ് ഉള്ളിടത്ത് രാജകോലാഹലമുണ്ട് പ്രിയപ്പെട്ടവരെ. രാജാവ് ഉണ്ടെങ്കിൽ തന്റെ ദൂതന്മാർ നമ്മോടൊപ്പം കൂടെ ഉണ്ട് പ്രിയപ്പെട്ടവരെ. എന്തുകൊണ്ടാണ് നാം ഇന്ന് വരയുന്നത് പ്രിയപ്പെട്ടവരെ?
കാരണം നമ്മുടെ ഉള്ളിൽ രാജാവില്ലാത്തതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ. ഇന്ന് ഈ സമയം, ഈ വാക്കുകൾ കേൾക്കുന്ന സമയം, നിങ്ങൾ രാജാവായ കർത്താവായ യേശു ക്രിസ്തുവിനെ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ക്ഷണിക്കുക പ്രിയപ്പെട്ടവരെ. അവൻ രാജാവായി നിങ്ങളുടെ ഹൃദയത്തിൽ വാഴും. നിങ്ങളുടെ ജീവിതം അതോടുകൂടി മാറാൻ തുടങ്ങും പ്രിയപ്പെട്ടവരെ. രാജാവ് നമ്മുടെ ഹൃദയത്തിൽ വന്നാൽ രാജാവിൻ്റെ സിംഹാസനം സ്വർണ്ണമായിരിക്കും. നമുക്കറിയാം, ഒരു രാജാവ്, ഈ ഭൂമിയിലെ ഭൗതികമായ ഒരു രാജാവ് കടന്നു വരുമ്പോൾ നമുക്കറിയാം എന്തെല്ലാം കാര്യങ്ങളാണ് നടക്കുന്നത് എങ്കിൽ സ്വർഗത്തിലെ രാജാവായ കർത്താവായ യേശു ക്രിസ്തു നമ്മളോട് കെഞ്ചിക്കൊണ്ട് നിൽക്കുകയാണ് പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഹൃദയം തുറന്നു കൊടുക്കുവാൻ വേണ്ടി. നാം ഓരോരുത്തരും ഇന്ന് തന്നെ കർത്താവായ യേശു ക്രിസ്തുവിനായി ഹൃദയം തുറന്നു കൊടുക്കുക. അവൻ നമ്മുടെ ഉള്ളിലേക്ക് രാജാവായി എഴുന്നള്ളി വരും പ്രിയപ്പെട്ടവരെ. ആ ദരിദ്രൻ മരിച്ചപ്പോൾ ദൂതന്മാർ അവനെ അബ്രഹാമിന്റെ മടിയിലേക്ക് കൊണ്ടുപോയി. അബ്രഹാമിന്റെ മടി എന്ന് പറയുന്ന പർദീസയാണ് പ്രിയപ്പെട്ടവരെ. ആ പർദീസയിലേക്ക് കൊണ്ടുപോയതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. The time came when the beggar died and the angels carried him to Abraham's side. ഏഞ്ചൽസ് വരുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും പ്രിയപ്പെട്ടവരെ. അടുത്തതായി അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 12-ാം അധ്യായം 7 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം. പെട്ടെന്ന് കർത്താവിന്റെ ദൂതൻ അവിടെ പ്രത്യക്ഷനായി. അറയിൽ ഒരു വെളിച്ചം പ്രകാശിച്ചു. അവൻ പത്രോസിന്റെ വിലാപ്പുറത്ത് തട്ടി, വേഗം എഴുന്നേൽക്ക എന്ന് പറഞ്ഞ് അവനെ ഉണർത്തി. ഉടനെ അവന്റെ ചങ്ങല കൈമേൽ നിന്ന് വീണുപോയി. ദൂതൻ അവനോട് അരകെട്ടി ചെരുപ്പിട്ട് മുറുക്കുക എന്ന് പറഞ്ഞു. അവൻ അങ്ങനെ ചെയ്തു. നിന്റെ വസ്ത്രം പുതച്ച് എന്റെ പിന്നാലെ വരിക എന്ന് പറഞ്ഞു. അവൻ പിന്നാലെ ചെന്നു. ദൂതൻ മുഖാന്തരം സംഭവിച്ചത് വാസ്തവമെന്നറിയാതെ ഞാനൊരു ദർശനം കാണുന്നു എന്ന് നിരൂപിച്ചു. അവർ 1-ാം കാവലും 2-ാമത്തേതും കടന്ന് പട്ടണത്തിൽ ചെല്ലുന്ന ഇരുമ്പ് വാതിക്കലെത്തി. അത് അവർക്ക് സ്വതവേ തുറന്നു. അവർ പുറത്തിറങ്ങി ഒരു തെരുവ് കടന്നു. ഉടനെ ദൂതൻ അവനെ വിട്ടുപോയി. പത്രോസിന് സുബോധം വന്നിട്ട്, കർത്താവ് തന്റെ ദൂതനെ അയച്ച് ഹെരോദാവിന്റെ കയ്യിൽ നിന്നും യഹൂദ ജനത്തിന്റെ സകല പ്രതീക്ഷയിൽ നിന്നും എന്നെ വിടുവിച്ചു എന്ന് ഞാനിപ്പോൾ വാസ്തവമായി അറിയുന്നു എന്ന് അവൻ പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, ഈ വായിച്ച് നിങ്ങൾ ശ്രദ്ധിച്ചു പ്രിയപ്പെട്ടവരെ. അപ്പോസ്തലനായ പത്രോസിനെ ഹെരോദാവ് പിടിച്ചിരിക്കുകയാണ്. അപ്പോസ്തലനെ കാരാഗൃഹത്തിൽ പൂട്ടപ്പെട്ടിരിക്കുകയാണ്. 4 കാവൽക്കാരെ നിർത്തി രാത്രിയും പകലും അപ്പോസ്തലനായ പത്രോസിനെ കാരാഗൃഹത്തിൽ അടച്ചിരിക്കുകയാണ്. ആ സമയം അപ്പോസ്തലനായ പത്രോസിനു വേണ്ടി സഭ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ആ സമയം പെട്ടെന്ന് കർത്താവിന്റെ ദൂതൻ ആ കാരാഗൃഹത്തിൽ പ്രത്യക്ഷനായി. അറയിൽ ഒരു വെളിച്ചം പ്രകാശിച്ചു. അവൻ പത്രോസിന്റെ വിലാപ്പുറത്ത് തട്ടി. അതെ, 2 കൈകളിലും കാലുകളിലും ആമം വെച്ച് കിടന്നപ്പോഴും ദൈവപുരുഷൻ കിടന്നുറങ്ങുന്നതായിട്ടാണ് പ്രിയപ്പെട്ടവരെ കാണുവാൻ സാധിക്കുന്നത്. എന്തുകൊണ്ടാണ് കിടന്നുറങ്ങുവാൻ സാധിച്ചത് പ്രിയപ്പെട്ടവരെ? അതാണ്, അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടം ജനമുണ്ടായിരുന്നു പ്രിയപ്പെട്ടവരെ. നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടം ജനമുണ്ടെങ്കിൽ നാം കാരാഗൃഹത്തിൽ കിടന്നാലും നാം സമാധാനത്തോടെ കിടന്നുറങ്ങും പ്രിയപ്പെട്ടവരെ. ഇതാ അപ്പോസ്തലനായ പത്രോസ് സമാധാനത്തോടെ കിടന്നുറങ്ങുന്നതായിട്ടാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. 4 ചേവകന്മാര് അപ്പുറയും ഇപ്പുറയും നിൽക്കുന്നുണ്ട്. സുഖമായിട്ട് കിടന്നുറങ്ങിക്കൊണ്ടിരിക്കുന്ന സമയം ഒരു വെളിച്ചം അറയിൽ പ്രകാശിച്ചു. അവൻ പത്രോസിന്റെ വിലാപ്പുറത്ത് തട്ടി, വേഗം എഴുന്നേൽക്ക എന്ന് പറഞ്ഞ് അവനെ ഉണർത്തി. ഉടനെ അവന്റെ ചങ്ങല കൈമേൽ നിന്ന് വീണുപോയി. ദൂതൻ അവനോട് അരകെട്ടി ചെരുപ്പിട്ട് മുറുക്കുക എന്ന് പറഞ്ഞു. അവൻ അങ്ങനെ ചെയ്തു. നിന്റെ വസ്ത്രം പുതച്ച് എന്റെ പിന്നാലെ വരിക എന്ന് പറഞ്ഞു. അവൻ പിന്നാലെ ചെന്നു. ദൂതൻ മുഖാന്തരം സംഭവിച്ചത് വാസ്തവമെന്ന് അറിയാതെ താനൊരു ദർശനം കാണുകയാണ് എന്ന് നിരൂപിച്ചു. അവൻ 1-ാമത്തെ കാവലും 2-ാമത്തേതും കടന്ന് പട്ടണത്തിൽ ചെല്ലുന്ന ഇരുമ്പ് വാതിക്കലെത്തി. അതവർക്ക് സ്വതവേ തുറന്നു. അവർ പുറത്തിറങ്ങി ഒരു തെരുവ് കടന്നു. ഉടനെ ദൂതൻ അവരെ വിട്ടുപോയി. പ്രിയപ്പെട്ടവരെ, നീ ആവശ്യക്കാരനാണെങ്കിൽ, നീ ഏത് കഷ്ടതയിലാണെങ്കിൽ, നീ ഏത് പ്രതിസന്ധിയിലാണെങ്കിലും നിന്റെ സമീപത്തേക്ക് ഇറങ്ങി വരുന്ന ഒരു ദൂതനുണ്ട് പ്രിയപ്പെട്ടവരെ. നാം പോലും അറിയാതെ നമ്മുടെ കൈകളിലെ ചങ്ങലകൾ അഴിഞ്ഞു മാറി. നമ്മുടെ 1-ാം കാവലും 2-ാം കാവലും കിടത്തി. ഇരുമ്പ് വാതിലെല്ലാം ദൂതന്റെ മുമ്പിൽ സ്വതവേ തുറന്നു പോയതാണ് പ്രിയപ്പെട്ടവരെ. ഈ അപ്പോസ്തലനായ പത്രോസ് ഈ ഭൂമിയിലെ ഒരു നിസ്സാരനായ മനുഷ്യനായിരുന്നു, ഒരു മുക്കുവനായിരുന്നു പ്രിയപ്പെട്ടവരെ. ആ മുക്കുവനായിരുന്ന അപ്പോസ്തലനായ പത്രോസിന് ദൈവം തന്റെ ദൂതനെ അയച്ചുവെങ്കിൽ നമ്മളെയും ദൈവം, നിസ്സാരനായ നമുക്ക് വേണ്ടിയും ദൈവം തന്റെ ദൂതനെ അയക്കും പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് നാം ആരും നിരാശപ്പെടേണ്ട. ഏത് സാഹചര്യത്തിലാണെങ്കിലും നമ്മളെ കാക്കുവാൻ, നമ്മളെ വിടിയിക്കുവാൻ ശക്തനായ ദൈവം തന്റെ ദൂതനെ അയക്കുമെന്ന് നിങ്ങൾ വിശ്വസിക്കുക പ്രിയപ്പെട്ടവരെ. ഏത് സാഹചര്യത്തിലാണെങ്കിലും നമ്മളെ രക്ഷിപ്പാൻ, നമ്മളെ സഹായിപ്പാൻ ദൈവം തന്റെ ദൂതനെ അയക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും.
പത്രോസിന് സുബോധം വന്നിട്ട് കർത്താവ് തന്റെ ദൂതനെ അയച്ചു, ഹെരോദാവിന്റെ കയ്യിൽ നിന്നും യഹൂദാ ജനത്തിന്റെ സകല പ്രതീക്ഷയിൽ നിന്നും എന്നെ വിടുവിച്ചു എന്ന് ഞാനിപ്പോൾ വാസ്തവമായി അറിയുന്നു എന്ന് അവൻ പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഞാൻ ഒരു കാര്യം ആത്മാവിൽ കാണുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ അപ്പോസ്തലനായ പത്രോസിനെ പോലെ നമ്മുടെ ശരീരത്തിനുള്ളിൽ നമ്മുടെ ആത്മാവും ഇതുപോലെ ചങ്ങലയിൽ ബന്ധിക്കപ്പെട്ട് കിടക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ആത്മാവിലേക്ക് നാം ഒന്ന് നോക്കുക. നമുക്ക് ശരീരമുണ്ട്, നമുക്ക് മനസ്സുണ്ട്, നമ്മുടെ ആത്മാവുണ്ട്. ഞാൻ ഈ പത്രോസിന്റെ കാര്യം ചിന്തിച്ചപ്പോൾ ഞാൻ ചിന്തിക്കുകയായിരുന്നു, നമ്മുടെ ഉള്ളിലെ ആത്മാവും ഇതുപോലെ ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ട് കിടക്കുകയാണോ പ്രിയപ്പെട്ടവരെ? എന്നാൽ ഇന്ന് ദൈവം തന്റെ ദൂതനെ അയക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ദൈവം തന്റെ ദൂതനെ അയച്ച് നമ്മുടെ ഉള്ളിലുള്ള ആത്മാവിനെ കാരാഗൃഹത്തിൽ നിന്ന് പുറത്തെത്തിച്ചതുപോലെ പ്രിയപ്പെട്ടവരെ, നമ്മുടെയും ആത്മാവിലെ ബന്ധനങ്ങൾ ഇന്ന് ഊർന്നു പോകുന്ന ദിവസമാണ് പ്രിയപ്പെട്ടവരെ. ദൈവം ഇന്ന് നമ്മുടെ ആത്മാക്കളെ വിടിവിക്കുന്ന ദിവസമാണ് പ്രിയപ്പെട്ടവരെ. അതിനായി പിതാവാം ദൈവവും പുത്രനാം ദൈവവും പരിശുദ്ധാത്മാവും ദൈവവും നമ്മളോട് ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഈ നല്ല സമയമാണ്. Suddenly an angel of the Lord appeared and a light shone in the cell. He struck Peter on the side and woke him up. "Quick, get up," he said, and the chains fell off Peter's wrists. Then the angel said to him, "Put on your clothes and sandals," and Peter did so. "Wrap your cloak around you and follow me," the angel told him. Peter followed him out of the prison, but he had no idea that what the angel was doing was really happening. He thought he was seeing a vision. They passed the first and second guards and came to the iron gate leading to the city. It opened for them by itself, and they went through it. When they had walked the length of one street, suddenly the angel left him. The Peter came to himself and said, "Now I know without a doubt that the Lord sent his angel and rescued me from Herod's clutches and from everything the Jewish people were anticipating." പ്രിയപ്പെട്ടവരെ, നമുക്കറിയാൻ സാധിക്കും, ഇതാണ് ഏഞ്ചലിന്റെ സംരക്ഷണം. പ്രിയപ്പെട്ടവരെ, ഇതാണ് സ്വർഗത്തിലെ മാലാഖമാരുടെ സംരക്ഷണം. പ്രിയപ്പെട്ടവരെ, അടുത്തായി നമുക്ക് അപ്പോസ്തല പ്രവൃത്തികൾ 27-ാം അധ്യായം 23-ഉം 24-ഉം വാക്യം നമുക്ക് വായിച്ചു കേൾക്കാം. പ്രിയപ്പെട്ടവരെ, ഇതാ ദൂതന്റെ അടുത്തതായ ഒരു പ്രവർത്തനം നമുക്ക് കാണാൻ കഴിയും. "എന്റെ ഉടയവനും ഞാൻ സേവിച്ചു വരുന്നവനുമായ ദൈവത്തിന്റെ ദൂതൻ ഈ രാത്രിയിൽ എന്റെ അടുക്കൽ നിന്നു. പൗലോസേ, ഭയപ്പെടരുത്. നീ കൈസരുടെ മുമ്പിൽ നിൽക്കേണ്ടതാവുന്നു. നിന്നോടുകൂടെ യാത്ര ചെയ്യുന്നവരെ ഒക്കെയും ദൈവം നിനക്ക് ദാനം ചെയ്തിരിക്കുന്നു" എന്ന് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, അപ്പോസ്തലനായ പൗലോസിന്റെ കാര്യമാണ് ഇവിടെ പറയുന്നത്. പൗലോസ് ഒരു കപ്പലിൽ യാത്ര ചെയ്യുകയാണ്. പ്രിയപ്പെട്ടവരെ, ആ കപ്പലിൽ ഒരു ഈശാനമൂലൻ കൊടുങ്കാറ്റ് ആഞ്ഞടിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ആ കപ്പലിൽ ഉള്ളവർക്കും അതിലെ സാധനങ്ങൾക്കെല്ലാം കേടുവരുമെന്ന് മനസ്സിലായി. അപ്പോൾ ദൈവത്തിന്റെ ദൂതൻ കടന്നു വന്ന് ഈ അപ്പോസ്തലനായ പൗലോസിനെ ധൈര്യപ്പെടുത്തുകയാണ്. "എന്റെ ഉടയവനും ഞാൻ സേവിച്ചു വരുന്നവനുമായ ദൈവത്തിന്റെ ദൂതൻ ഈ രാത്രിയിൽ എന്റെ അടുക്കൽ നിന്നു. പൗലോസേ, ഭയപ്പെടരുത്. നീ കൈസരുടെ മുമ്പിൽ നിൽക്കേണ്ടതാവുന്നു. നിന്നോടുകൂടെ യാത്ര ചെയ്യുന്നവരെ ഒക്കെയും ദൈവം നിനക്ക് ദാനം ചെയ്തിരിക്കുന്നു" എന്ന് പറഞ്ഞു. അതെ, അത് ഒരു ദൈവപുരുഷൻ ആ കപ്പലിൽ ഉള്ളതുകൊണ്ട് ദൈവത്തിന്റെ ദൂതൻ ആ കപ്പലിൽ കടന്നു വന്ന ഓരോരുത്തരെയും പ്രൊട്ടക്ട് ചെയ്യുകയാണ്. പ്രിയപ്പെട്ടവരെ, ആ കപ്പലിന് നാശം വരുമായിരുന്നു, അതിലെ ആൾക്കാരുടെ പ്രാണങ്ങൾക്ക് കേട് വരുമായിരുന്നു. എന്നാൽ ദൈവത്തിന്റെ ഒരു പുരുഷൻ അതിലുണ്ടായിരുന്നു. അതാണ് പ്രിയപ്പെട്ട, നമുക്കും ദൈവപുരുഷന്മാരാവാം. പ്രിയപ്പെട്ടവരെ, നാം ഒരു ദൈവവൈദ്യരായി ഒരു സ്ഥലത്ത് നിന്നാൽ അവിടെ സ്വർഗത്തിന്റെ നോട്ടം അവിടെ ഉണ്ട്. പ്രിയപ്പെട്ടവരെ, നിങ്ങളെ ഞാൻ അതിലേക്ക് ക്ഷണിക്കുകയാണ്. ദൈവത്തിന്റെ പുരുഷന്മാരും സ്ത്രീകളുമായി നിൽക്കുക. പ്രിയപ്പെട്ടവരെ, ദൈവപുരുഷന്മാരായി നിൽക്കുക. ദൈവം അവിടെ തന്റെ ദൂതനെ അയക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, "Last night an angel of the God whose I am and whom I serve stood beside me and said, 'Do not be afraid, Paul. You must stand trial before Caesar, and God has graciously given you the lives of all who sail with you.'" അപ്പോസ്തലനായ പൗലോസിന് ചുറ്റും
ഒരു പ്രൊട്ടക്ഷൻ നമുക്ക് കാണുവാൻ കഴിയും പ്രിയപ്പെട്ടവരെ. ദൈവം തൻ്റെ പ്രിയ മകന് വേണ്ടി ദൈവം തൻ്റെ ദൂതനെ അയച്ചത് നമുക്ക് കാണുവാൻ സാധിക്കും പ്രിയപ്പെട്ടവരെ. ദൈവദൂതന്മാരുടെ സംരക്ഷണം ഈ വാക്കുകൾ കേൾക്കുമ്പോൾ നിങ്ങൾക്കും ആഗ്രഹമില്ലേ പ്രിയപ്പെട്ടവരെ, എന്നോടൊപ്പം ദൈവത്തിൻ്റെ ഒരു ദൂതൻ ഉണ്ടാവുക എന്നുള്ളത്? നാം പലപ്പോഴും വിചാരിക്കുമോ നാം തനിച്ചാണല്ലോ പോകുന്നതെന്ന്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കൂടെ ദൈവത്തിന്റെ ദൂതൻ ഉണ്ടെന്ന് നാം പലപ്പോഴും തിരിച്ചറിയാറില്ല പ്രിയപ്പെട്ടവരെ. എന്നാൽ ഇന്നു മുതൽ നമ്മൾ ദൈവദൂതന്മാരെ കുറിച്ച് ചിന്തിക്കാൻ പോവുകയാണ് പ്രിയപ്പെട്ടവരെ. ദൈവദൂതന്മാർ ആ സ്വർഗത്തിന്റെ പ്രസൻസ് നമ്മുടെ മേൽ പകരും പ്രിയപ്പെട്ടവരെ. ആ ദൈവത്തിന്റെ മഹത്വം നമ്മുടെ മേൽ പകരും പ്രിയപ്പെട്ടവരെ. ഈ ദൂതന്മാരാണ് ദൈവത്തിന്റെ തേജസ് നമ്മുടെ മേൽ പകരുന്നത് പ്രിയപ്പെട്ടവരെ. അതിനുവേണ്ടി നിങ്ങൾ വാഞ്ചിക്കൂ പ്രിയപ്പെട്ടവരെ. എനിക്കും ദൈവത്തിന്റെ ദൂതനെ കാണണം. നമ്മുടെ സ്വപ്നങ്ങൾ ദൈവദൂതന്മാരോടൊപ്പം ആവട്ടെ പ്രിയപ്പെട്ടവരെ. പിതാവിനേക്കാളും പുത്രനേക്കാളും ഉയരത്തിലല്ല ദൂതന്മാർ. പിതാവ് നമ്മളെ ശുശ്രൂഷിക്കുന്നവരാണ് പ്രിയപ്പെട്ടവരെ ദൈവത്തിന്റെ ദൂതന്മാർ. അടുത്തത് നമുക്ക് വായിച്ചു കേൾക്കാം. എബ്രായർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 7-ാം വാക്യവും 14-ാം വാക്യവും. അവൻ കാറ്റുകളെ തന്റെ ദൂതന്മാരും അഗ്നിജ്വാലയെ തന്റെ ശുശ്രൂഷകന്മാരും ആക്കുന്നു എന്ന് ദൂതന്മാരെ കുറിച്ച് പറയുന്നു. അവരൊക്കെയും രക്ഷ പ്രാപിപ്പാനുള്ളവരുടെ ശുശ്രൂഷയ്ക്ക് അയക്കപ്പെടുന്ന സേവകാത്മാക്കളല്ലയോ? പ്രിയപ്പെട്ടവരെ, നമ്മളെ സേവിക്കുന്നതിന് വേണ്ടി രക്ഷ പ്രാപിപ്പാനുള്ളവരുടെ ശുശ്രൂഷയ്ക്ക് അയക്കുന്ന സേവകാത്മാക്കളല്ലയോ? രക്ഷ പ്രാപിപ്പാനുള്ളവരാണ് പ്രിയപ്പെട്ടവരെ നാം ഓരോരുത്തരും. നമ്മളെ ശുശ്രൂഷിക്കാൻ അയക്കുന്ന സേവകാത്മാക്കളാണ് ദൈവത്തിന്റെ ദൂതന്മാർ. In speaking of the angels, he says, he makes his angels winds his servants flames of fire. Are not all angels ministering spirits sent to serve those who will inherit salvation? അതേ പ്രിയപ്പെട്ടവരെ, രക്ഷ പ്രാപിപ്പാനുള്ളവരുടെ ശുശ്രൂഷയ്ക്ക് അയക്കപ്പെടുന്ന സേവകാത്മാക്കളല്ലയോ? കോടാനുകോടി മനുഷ്യരുണ്ടെങ്കിൽ കോടാനുകോടി ദൂതന്മാരും ഉണ്ട് പ്രിയപ്പെട്ടവരെ. നാം പലപ്പോഴും തിരിച്ചറിയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. എന്നാൽ അടുത്തതായി നമുക്ക് ദൈവത്തിന്റെ ദൂതന്മാർ ദൈവത്തിന്റെയും ക്രിസ്തുവിന്റെയും തിരുവിഷ്ടം അറിയിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. ഈ ഭൂമിയിൽ ദൈവത്തിന്റെ ഇഷ്ടം എന്താണെന്ന്, അല്ലെങ്കിൽ ക്രിസ്തുവിന്റെ ഇഷ്ടം എന്താണെന്ന് അറിയിക്കുന്നത് ദൈവത്തിന്റെ ദൂതന്മാരാണ് പ്രിയപ്പെട്ടവരെ. നമുക്ക് വായിച്ചു കേൾക്കാം. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 8-ാം അധ്യായം 16-ഉം 17-ഉം വാക്യങ്ങൾ. അവിടെ ഒരു ദൂതന്റെ പേര് വിളിക്കുകയാണ്, ഗബ്രിയേലേ. ഈ പേര് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? നമ്മുടെ ദൂതന്റെ പേരാണ് ഗബ്രിയേലേ. ഇവൻ ഈ ദർശനം ഗ്രഹിപ്പിച്ച കൊടുക്ക എന്ന് ഊലായി തീരത്ത് നിന്ന് വിളിച്ചു പറയുന്ന ഒരു മനുഷ്യന്റെ ശബ്ദം ഞാൻ കേട്ടു. അപ്പോൾ ഞാൻ നിന്നിടത്ത് അവൻ അടുത്തു വന്നു. അവൻ വന്നപ്പോൾ ഞാൻ ഭയപ്പെട്ട് സാഷ്ടാംഗം വീണു. എന്നാൽ അവൻ എന്നോട്, മനുഷ്യപുത്ര, ഗ്രഹിച്ചുകൊള്ളുക, ഈ ദർശനം അന്ത്യകാലത്തേക്കുള്ളതാകുന്നു എന്ന് പറഞ്ഞു. അതെ, ദാനിയേൽ പ്രവാചകൻ ഊലായി നദിയുടെ തീരത്തിരിക്കുമ്പോഴാണ് ഈ ഗബ്രിയേൽ എന്ന ദൂതൻ ദാനിയേലിന്റെ അരികിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നത് പ്രിയപ്പെട്ടവരെ. ഒരു മനുഷ്യന്റെ ശബ്ദം ഞാൻ കേട്ടു. ഊലായി തീരത്ത് നിന്ന് വിളിച്ചു പറയുന്ന ഒരു മനുഷ്യന്റെ ശബ്ദം. മനുഷ്യന്റെ ശബ്ദത്തിൽ ദൂതൻ പറയുകയാണ് പ്രിയപ്പെട്ടവരെ, അപ്പോൾ ഞാൻ നിന്നിടത്ത് അവൻ അടുത്തു വന്നു. ദൈവത്തിന്റെ ദൂതൻ അടുത്തു വന്നിരിക്കുന്നു ദാനിയേലിന്റെ അരികിൽ. അവർ വന്നപ്പോൾ ഞാൻ ഭയപ്പെട്ട് സാഷ്ടാംഗം വീണു. അതേ പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ ആ തേജസ്സിന്റെ മുമ്പിൽ, ആ ദൂതന്റെ തേജസ്സും അത്രയ്ക്ക് ഉണ്ട് പ്രിയപ്പെട്ടവരെ. ആ തേജസ്സിന്റെ മുമ്പിൽ ദാനിയേല് കമിഴ്ന്ന് വീണുകയാണ്. അതെ, ദൈവത്തിന്റെ പ്രതിഷ്ഠ നമുക്കുണ്ടായാൽ നാം കമിഴ്ന്ന് വീണുപോകും പ്രിയപ്പെട്ടവരെ. നാം ആഗ്രഹിക്കുക ഈ ദൂതന്റെ ഒരു പ്രതിഷ്ഠതയും ദൈവികമായ പ്രതിഷ്ഠതയും നാം ഈ ഭൂമിയിൽ നിന്ന് കടന്നു പോകുന്നതിന് മുമ്പ് തന്നെ ദൈവത്തെ മുഖാമുഖം കാണുവാൻ നാം ആഗ്രഹിക്കണം. എന്താണ് പ്രിയപ്പെട്ടവരെ ദൈവത്തെ മുഖാമുഖം കാണുവാനുള്ള ക്വാളിഫിക്കേഷൻ? ദൈവം പറഞ്ഞുകൊണ്ട്, ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. എന്താണ് പ്രിയപ്പെട്ടവരെ ദൈവത്തെ കാണുവാൻ വേണ്ടത്? നമ്മുടെ ക്വാളിഫിക്കേഷൻ എന്താണ് പ്രിയപ്പെട്ടവരെ? ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ. നാം പലപ്പോഴും ചിന്തിക്കണം പ്രിയപ്പെട്ടവരെ, എൻ്റെ ഹൃദയം ശുദ്ധമാണോ എന്ന്. ഇല്ലെങ്കിൽ നാം പ്രാർത്ഥിക്കണം, കർത്താവ് ഇന്ന് കടന്നു വന്നിരിക്കുന്നു, മകനെ നിന്റെ ഹൃദയം എനിക്ക് തരിക, മകളെ നിന്റെ ഹൃദയം എനിക്ക് തരിക. ദൈവം പറയുകയാണ്, ഞാൻ നിങ്ങൾക്ക് പുതിയൊരു ഹൃദയം തരാമെന്ന്, പുതിയൊരു ആത്മാവിനെ ഞാൻ നിങ്ങളുടെ ഉള്ളിലാക്കാമെന്ന് ദൈവം വാക്ക് പറയുന്നുണ്ട് പ്രിയപ്പെട്ടവരെ. അവന്റെ കരങ്ങളിലേക്ക് നിങ്ങളുടെ ഹൃദയം ഏൽപ്പിച്ചു കൊടുത്താൽ അവൻ നമുക്ക് പരിശുദ്ധമായ ഒരു ഹൃദയം തരും പ്രിയപ്പെട്ടവരെ. അങ്ങനെ ഹൃദയശുദ്ധിയുള്ളവർക്ക് മാത്രമാണ് പ്രിയപ്പെട്ടവരെ ദൈവത്തിന്റെ പ്രതിഷ്ഠത, ദൈവത്തെ നമുക്ക് കാണുവാൻ കഴിയുകയുള്ളൂ പ്രിയപ്പെട്ടവരെ. അപ്പോൾ
ഞാൻ നിന്നിടത്ത് അവൻ അടുത്തു വന്നു. അവൻ വന്നപ്പോൾ ഞാൻ ഭയപ്പെട്ട് സാഷ്ടാംഗം വീണു. എന്നാൽ അവൻ എന്നോട്, മനുഷ്യപുത്ര, ഗ്രഹിച്ചു കൊള്ളുക, ഈ ദർശനം അന്ത്യകാലത്തേക്കുള്ളതാവുന്നു എന്ന് പറഞ്ഞു. അതേ പ്രിയപ്പെട്ടവരെ, അന്ത്യകാലത്തിലെ ദർശനങ്ങൾ ദൈവത്തിന്റെ പ്രവാചകന് ദൈവത്തിന്റെ ദൂതൻ മനസ്സിലാക്കി കൊടുക്കുകയാണ്. ആൻഡ് ഐ ഹിയർഡ് എ man's voice from the Ulai calling, Gabriel, tell this man the meaning of the vision. As he came near the place where I was standing, I was terrified and fell prostrate. Son of man, he said to me, understand that the vision concerns the time of the end. അതെ, അന്ത്യകാലത്തേക്കുള്ള ദർശനം കാണിച്ചു കൊടുക്കുന്ന ഒരു ദൈവസ്നേഹത്തെ നമുക്ക് ഇവിടെ കാണുവാൻ കഴിയും. ഈ ദൈവദൂതനെ നമുക്ക് കാണുവാൻ കഴിയും. വീണ്ടും ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 9-ാം അധ്യായം 21, 22, 23 വാക്യങ്ങൾ നമുക്ക് വീണ്ടും വായിച്ച് കേൾക്കാം. ദാനിയേൽ എന്റെ പ്രാർത്ഥന കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആദ്യങ്ങൾ തന്നെ ഞാൻ അത്യന്തം ക്ഷീണിച്ചിരുന്നു. അതെ, ക്ഷീണിച്ച അവസരമായി പ്രവാചകൻ പ്രാർത്ഥനാ സമയം ഇരിക്കുകയാണ്. ദർശനത്തിൽ കണ്ട ഗബ്രിയേൽ എന്ന പുരുഷൻ ഏകദേശം സന്ധ്യായാഗത്തിന്റെ നേരത്ത് എന്നോട് അടുത്തു വന്നു. അവൻ വന്ന് എന്നോട് പറഞ്ഞു, എന്തെന്നാൽ ദാനിയേലേ, നിനക്ക് ബുദ്ധി ഉപദേശിച്ച് തരേണ്ടതിന് ഞാൻ ഇപ്പോൾ വന്നിരിക്കുന്നു. നീ ഏറ്റവും പ്രിയനാകയാൽ നിന്റെ യാതനകളുടെ ആരംഭത്തിങ്കിൽ തന്നെ കൽപ്പന പുറപ്പെട്ടു. നിന്നോട് അറിയിപ്പാൻ ഞാൻ വന്നുമിരിക്കുന്നു. അതുകൊണ്ട് നീ കാര്യം ചിന്തിച്ച് ദർശനം ഗ്രഹിച്ചു കൊള്ളുക എന്ന്. അതേ പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥന കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആദ്യങ്ങൾ തന്നെ പ്രവാചകൻ ക്ഷീണിതനായിരുന്നു എന്ന്. നിങ്ങൾ ആരെങ്കിലും ഇന്ന് ക്ഷീണിതരായിട്ട് ഇരിക്കുന്നുണ്ടോ പ്രിയപ്പെട്ടവരെ? എന്നാൽ നിങ്ങൾക്ക് ഇന്ന് ഉന്മേഷം തരുവാൻ, ഉണർവ് തരുവാൻ ദൈവത്തിന്റെ ദൂതനെ ദൈവം നമ്മുടെ മഹത്വത്തിലേക്ക് അയക്കും പ്രിയപ്പെട്ടവരെ. ദർശനത്തിൽ കണ്ട ഗബ്രിയേൽ എന്ന പുരുഷൻ ഏകദേശം സന്ധ്യായാഗത്തിന്റെ നേരത്ത് എന്നോട് അടുത്തു വന്നു. ഇവിടെ ഒരു സന്ധ്യായാഗം എന്ന് കാണാം പ്രിയപ്പെട്ടവരെ. എന്താണ് നമ്മൾ യാഗം കഴിക്കേണ്ടത് പ്രിയപ്പെട്ടവരെ? നമുക്കുള്ളതെല്ലാം ദൈവത്തിന് യാഗം കഴിക്കണം പ്രിയപ്പെട്ടവരെ. എവിടെയാണ് ആ യാഗപീഠം പ്രിയപ്പെട്ടവരെ? യാഗത്തെക്കുറിച്ചൊരു വാക്ക് പറയാതെ എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല പ്രിയപ്പെട്ടവരെ. കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശിന്റെ ചൂടാണ് പ്രിയപ്പെട്ടവരെ ആ യാഗപീഠം. എന്നെയും എനിക്കുള്ള സകലതിനെയും നിങ്ങൾ യാഗപീഠത്തിന്മേൽ വെക്കുക പ്രിയപ്പെട്ടവരെ. നിങ്ങൾ ആരെങ്കിലും യാഗം കഴിച്ചിട്ടില്ല എങ്കിൽ ഇന്ന് തന്നെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശിന്റെ ചൂട്ടിൽ നമ്മുടെ ദേഹവും നമ്മുടെ ദേഹിയും നമ്മുടെ ആത്മാവും നമുക്കുള്ളതെല്ലാം പ്രിയപ്പെട്ടവരെ, നമ്മുടെ ബാങ്ക് ബാലൻസുകൾ, നമ്മുടെ കടങ്ങൾ എല്ലാം നമുക്കുള്ളതെല്ലാം ദൈവത്തിന്റെ സന്നിധിയിൽ യാഗം കഴിക്കണം പ്രിയപ്പെട്ടവരെ. അങ്ങനെ സന്ധ്യായാഗത്തിങ്കൽ നേരത്തെ എന്നോട് അടുത്ത് വന്നു. അവൻ വന്ന് എന്നോട് പറഞ്ഞത് എന്തെന്നാൽ, ദാനിയേലേ, നിനക്ക് ബുദ്ധി ഉപദേശിച്ച് തരേണ്ടതിന് ഞാനിപ്പോൾ വന്നിരിക്കുന്നു. അതേ പ്രിയപ്പെട്ടവരെ, ബുദ്ധി ഉപദേശിച്ച് തരുന്ന ഒരു ദൈവത്തിന്റെ ദൂതനുണ്ട്. പലപ്പോഴും കുട്ടികൾ പറയാറുണ്ട്, അയ്യോ ഞങ്ങൾക്ക് പഠിക്കാനൊന്നും സാധിക്കുന്നില്ല, ഓർമ്മ നിൽക്കുന്നില്ല എന്ന്. പക്ഷെ ബുദ്ധി ഉപദേശിച്ച് തരുന്ന ഒരു ദൂതനുണ്ട് പ്രിയപ്പെട്ടവരെ. നിങ്ങളുടെ കുട്ടികൾ ഹൃദയം ശ്രദ്ധിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുക. ദൈവമേ, ദൈവത്തിന്റെ ദൂതൻ എനിക്ക് ബുദ്ധി തരണമെന്ന്. ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുന്ന മുമ്പിൽ നാം നിസ്സഹായരായിട്ട് ഇരിക്കുമ്പോൾ ദൈവത്തോട് ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിക്കുക, ദൈവമേ എൻ്റെ ബുദ്ധി ഒന്ന് തുറന്നു തരണമേ എന്ന്. ആ ദൈവത്തിന്റെ ദൂതൻ നിങ്ങളെ സഹായിക്കാൻ എത്തും പ്രിയപ്പെട്ടവരെ. ആ പരീക്ഷയിൽ നിങ്ങൾക്ക് നന്നായിട്ട് ഓരോ ക്വസ്റ്റ്യന്റെ ആൻസറും നിങ്ങൾക്ക് ചെയ്യുവാൻ കഴിയും പ്രിയപ്പെട്ടവരെ. നീ ഏറ്റവും പ്രിയനാകിയാൽ നിന്റെ യാതനകളുടെ ആരംഭത്തിങ്കിൽ തന്നെ കൽപ്പന പുറപ്പെട്ടു. നിന്നോട് അറിയിപ്പാൻ ഞാൻ വന്നുമിരിക്കുന്നു. അതുകൊണ്ട് നീ കാര്യം ചിന്തിച്ച് ദർശനം ഗ്രഹിച്ചു കൊള്ളുക. While I was still in prayer, Gabriel, the man I had seen in the earlier vision, came to me in swift flight about the time of the evening sacrifice. Then he instructed me and said to me, Daniel, I have now come to give you insight and understanding. As soon as you began to pray, an answer was given which I have come to tell you, for you are highly esteemed. Therefore consider the message and understand the vision. അടുത്തതായി നമുക്ക് ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം തന്നെ 10-ാം അധ്യായം 11-ാം വാക്യം കൂടി നമുക്ക് വായിക്കാം. അവൻ എന്നോട്, ഏറ്റവും പ്രിയപുരുഷനായ ദാനിയേലേ, ഞാൻ നിന്നോട് പറയുന്ന വചനങ്ങളെ ശ്രദ്ധിച്ച് നിവർന്നു നിൽക്കാം. ഞാനിപ്പോൾ നിന്റെ അടുക്കൽ അയക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞു. അവൻ ഈ വാക്ക് എന്നോട് സംസാരിച്ചപ്പോൾ ഞാൻ വിറച്ചുകൊണ്ട് നിവർന്നു നിന്നു. അതേ, ഒരു ദൈവദൂതൻ വന്നപ്പോൾ ദാനിയേൽ വിറച്ചുകൊണ്ട് നിവർന്നു നിൽക്കുകയാണ്. He said, Daniel, you who are highly esteemed, consider carefully the words I am about to speak to you and stand up, for I have now been sent to you. And when he said this to me, I stood up trembling.
വീണ്ടും ദാനിയേൽ പ്രവാചകൻ വീണ്ടും കാണുകയാണ് പ്രിയപ്പെട്ടവരെ. 12-ാമത്തെയും 6-7 വാക്യം. എന്നാൽ ഒരുവൻ ശണവസ്ത്രം ധരിച്ച് നദിയിലെ വെള്ളത്തിന്മീതെ നിൽക്കുന്ന പുരുഷനോട് ഈ അതിശയ കാര്യങ്ങളുടെ അവസാനം എപ്പോൾ വരുമെന്ന് ചോദിച്ചു. ശണവസ്ത്രം ധരിച്ച നദിയിലെ വെള്ളത്തിന്മീതെ നിൽക്കുന്ന പുരുഷൻ വലങ്കയും ഇടങ്കയും സ്വർഗത്തേക്ക് ഉയർത്തി എന്നേക്കും ജീവിച്ചിരിക്കുന്നവനാണ്. ഇനി കാലവും കാലങ്ങളും കാലാർത്ഥവും ചെല്ലും. അവർ വിശുദ്ധ ജനത്തിന്റെ ബലത്തെ തകർത്ത് കളഞ്ഞ ശേഷം ഈ കാര്യങ്ങളൊക്കെയും നിവൃത്തിയാകും എന്നിങ്ങനെ സത്യം ചെയ്യുന്നത് ഞാൻ കേട്ടു. അതേ പ്രിയപ്പെട്ടവരെ, ഇവിടെ ഒരു വാക്ക് ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇനി കാലവും കാലങ്ങളും കാലാർത്ഥവും. അതായത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ 2ാമത്തെ വരവിന് ശേഷം ഈ ഭൂമിയിൽ നടക്കുന്ന കാര്യങ്ങൾ എന്തെന്ന് നമുക്ക് പലപ്പോഴും ആഗ്രഹമുണ്ട്. ഈ ഭൂമിയുടെ അവസാന കാര്യങ്ങൾ എങ്ങനെയെല്ലാമാണ് നടക്കുന്നതെന്ന്. അതെല്ലാം ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം വായിച്ചാൽ ഈ ദൂതൻ പ്രവാചകനെ ബോധ്യപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ഒരുവൻ ശണവസ്ത്രം ധരിച്ച് നദിയിലെ വെള്ളത്തിന്മേൽ നിൽക്കുന്ന പുരുഷനോട് ഈ അതിശയ കാര്യങ്ങളുടെ അവസാനം എപ്പോൾ വരുമെന്ന് ചോദിച്ചു. ശണവസ്ത്രം ധരിച്ച് നദിയിലെ വെള്ളത്തിന്മീത് നിൽക്കുന്ന പുരുഷൻ വലങ്കയും ഇടങ്കയും സ്വർഗത്തേക്ക് ഉയർത്തി എന്നേക്കും ജീവിച്ചിരിക്കുന്നവനാണ്. ഇനി കാലവും കാലങ്ങളും കാലാർത്ഥവും ചെല്ലും. അവർ വിശുദ്ധ ജനത്തിന്റെ ബലത്തെ തകർത്ത് കളഞ്ഞ ശേഷം ഈ കാര്യങ്ങളൊക്കെ നിവൃത്തിയാവുമെന്നിങ്ങനെ സത്യം ചെയ്യുന്നത് ഞാൻ കേട്ടു. One of them said to the man clothed in linen who was above the waters of the river, how long will it be before these astonishing things are fulfilled? The man clothed in linen who was above the waters of the river lifted his right hand and his left hand towards heaven, and I heard him swear by him who lives forever, saying, it will be for a times and half a time, when the power of the holy people has been finally broken, all these things will be completed. അതേ പ്രിയപ്പെട്ടവരെ, ദാനിയേലിനെ സ്നേഹിച്ചവനായ ദൈവം തൻ്റെ ദൂതനെ പ്രവാചകന്റെ അരികിലേക്ക് അയക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ അരികിലേക്ക് ദൈവം തൻ്റെ ദൂതനെ അയപ്പാൻ നമുക്ക് ആഗ്രഹിക്കാം. പ്രിയപ്പെട്ടവരെ, അടുത്തായി പുതിയ നിയമത്തിൽ മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായം 13-ാം വാക്യവും 20-ാം വാക്യവും നമുക്ക് വായിച്ചു കേൾക്കാം. അവർ പോയ ശേഷം കർത്താവിന്റെ ദൂതൻ യോസേപ്പിന് സ്വപ്നത്തിൽ പ്രത്യക്ഷനായി. നീ എഴുന്നേറ്റ് ശിശുവിനെയും അമ്മയും കൂട്ടിക്കൊണ്ട് മിസ്രൈമിലേക്ക് ഓടിപ്പോയി, ഞാൻ നിന്നോട് പറയും വരെ അവിടെ പാർക്കുക. ഹേരോദാവ് ശിശുവിനെ നശിപ്പിക്കേണ്ടതിന് അവനെ അന്വേഷിപ്പാൻ ഭാവിക്കുന്നു എന്ന് പറഞ്ഞു. 20-ാം വാക്യം. ശിശുവിന് പ്രാണഹാനി വരുത്തുവാൻ നോക്കിയവർ മരിച്ചു പോയതുകൊണ്ട് നീ എഴുന്നേറ്റ് ശിശുവിനെയും അമ്മയെയും കൂട്ടിക്കൊണ്ട് ഇസ്രായേൽ ദേശത്തേക്ക് പോക എന്ന് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, ഈ സന്ദർഭം നമുക്കറിയാം. അവർ പോയ ശേഷം കർത്താവിന്റെ ദൂതൻ യോസേപ്പിന് സ്വപ്നത്തിൽ പ്രത്യക്ഷനായി. ആരാണ് പ്രിയപ്പെട്ടവരെ യോസേപ്പ്? കർത്താവായ യേശു ക്രിസ്തുവിന്റെ പിതാവാണ്. പിതാവ് മീൻസ് അതായത് മറിയയുടെ ഭർത്താവാണ് യോസേപ്പ്. പ്രിയപ്പെട്ടവരെ, ഈ യോസേപ്പിന് കർത്താവിന്റെ ദൂതൻ പ്രത്യക്ഷനായി പറയുകയാണ്, നീ എഴുന്നേറ്റ് ശിശുവിനെയും അമ്മയെയും കൂട്ടിക്കൊണ്ട് മിസ്രൈമിലേക്ക് ഓടിപ്പോയി, ഞാൻ നിന്നോട് പറയും വരെ അവിടെ പാർക്കുക എന്ന്. കാരണം കർത്താവായ യേശു ക്രിസ്തുവിനെ ആ ബേത്ലഹേം പുൽത്തൊട്ടിൽ ആ അമ്മ പ്രസവിച്ച ശേഷം ഹെരോദാവ് ഈ ശിശുവിനെ നശിപ്പിക്കാൻ പ്ലാനിട്ടിരിക്കുകയാണ്. അത് ദൈവത്തിന്റെ ദൂതൻ അറിഞ്ഞു. ആ ദൈവത്തിന്റെ ദൂതൻ മറിയയുടെ ഭർത്താവായ ഈ യോസേപ്പിന്റെ അരികിലെത്തി പറയുകയാണ്, യോസേപ്പെ, നീ എത്രയും വേഗം ഇവിടെ നിന്ന് ഈ കുഞ്ഞിനെയും എടുത്തുകൊണ്ട് അമ്മയും എടുത്തുകൊണ്ട് മിസ്രൈമിലേക്ക് പോകാൻ ഈ ദൂതൻ അരികിൽ വന്ന് പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, ആ ദൂതന്റെ ശബ്ദം കേട്ടിട്ടാണ് ശിശുവിനെയും അമ്മയെയും കൂട്ടിക്കൊണ്ട് മിസ്രൈമിലേക്ക് ഓടിപ്പോയി, ഞാൻ നിന്നോട് പറയും വരെ അവിടെ പാർക്കുക. ഹേരോദാവ് ശിശുവിനെ നശിപ്പിക്കേണ്ടതിന് അവനെ അന്വേഷിപ്പാൻ ഭാവിക്കുന്നു എന്ന് പറഞ്ഞു. 20-ാം വാക്യം. ശിശുവിന് പ്രാണഹാനി വരുത്തുവാൻ നോക്കിയവർ മരിച്ചു പോയതുകൊണ്ട് നീ എഴുന്നേറ്റ് ശിശുവിനെയും അമ്മയെയും കൂട്ടിക്കൊണ്ട് ഇസ്രായേൽ ദേശത്തേക്ക് പോക എന്ന് പറഞ്ഞു. കണ്ടോ പ്രിയപ്പെട്ടവരെ, ഇതാണ് ദൂതൻ ചെയ്യുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മളോട് ചില സമയങ്ങളിൽ പറയാറുണ്ട്, നീ അതുവഴി പോകരുതെന്ന്, അല്ലെങ്കിൽ നീ പോകുന്ന വഴി തെറ്റാണെന്ന് പറഞ്ഞ തന്ന് നമ്മളെ വഴി നേരായി നയിക്കുന്ന ഒരു ദൈവദൂതനെ നമുക്കിവിടെ പരിചയപ്പെടുവാൻ സാധിക്കും. പ്രിയപ്പെട്ടവരെ, യോസേപ്പിന് സ്വപ്നത്തിൽ പ്രത്യക്ഷനായി. അതേ ദൈവത്തിന്റെ ദൂതൻ സ്വപ്നത്തിൽ പ്രത്യക്ഷനാവും. പ്രിയപ്പെട്ടവരെ, അപ്പോൾ നമുക്ക് ഈ ദൂതന്റെ പ്രത്യക്ഷത വളരെ സന്തോഷം നൽകുന്നത് തന്നെയാണ്. പ്രിയപ്പെട്ടവരെ, നാമും ആഗ്രഹിക്കണം ദൈവത്തിന്റെ ദൂതന്റെ പ്രത്യക്ഷതയ്ക്കായി. അടുത്തായി നമുക്ക് വായിച്ച് കേൾക്കാം. When they had gone, an angel of the Lord appeared to Joseph in a dream. Get up, he said, take the child and his mother and escape the Egypt. Stay there until I tell you.
ഞാൻ പറയുന്നവരുടെ താമസിക്കാം. ഫോർ ഹെരോദ് ഈസ് going to search for the child to kill him, and said, get up, take the child and his mother and go to the land of Israel, for those who were trying to take the child's life and are dead. പ്രിയപ്പെട്ടവരെ, ഇതാണ് ദൈവത്തിൻ്റെ ദൂതൻ ചെയ്യുന്ന ഏറ്റവും വലിയ അത്ഭുതങ്ങൾ. അടുത്തതായി നമുക്ക് ദൂതന്മാരെ കുറിച്ച് ചിന്തിച്ചാൽ 300-ലധികം കാര്യങ്ങൾ ചിന്തിക്കാനുണ്ട് പ്രിയപ്പെട്ടവരെ. 300-ലധികം കാര്യങ്ങൾ ഈ ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ. നമുക്ക് ഒരു 4-5 മാസമെങ്കിലും ചിന്തിക്കാൻ ദൈവദൂതന്മാരെ കുറിച്ച് പഠിക്കാനുണ്ട് പ്രിയപ്പെട്ടവരെ. ഇന്ന് നിങ്ങൾ ദൈവദൂതന്മാരെ അനുഭവിക്കണം. ഈ ദൂതന്മാരുടെ പ്രവർത്തന മണ്ഡലം ഈ ഭൂമിയാണ്, സ്വർഗമാണ്. അത് നമ്മൾ അനുഭവിക്കാൻ തുറന്നാൽ വലിയൊരു കണ്ണുകാഴ്ചയായിരിക്കും പ്രിയപ്പെട്ടവരെ. അടുത്തതായി ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 19-ാം വാക്യവും 28-ാം വാക്യവും നമുക്ക് വായിച്ച് കേൾക്കാം. ദൂതൻ അവനോട്, ഞാൻ ദൈവസന്നിധിയിൽ നിൽക്കുന്ന ഗബ്രിയേലാകുന്നു, നിന്നോട് സംസാരിപ്പാനും ഈ സദ്വർത്തമാനം നിന്നോട് അറിയിപ്പാനും എന്നെ അയച്ചിരിക്കുന്നുവെന്ന്. ഇത് പറയുന്ന ഒരു സക്കറിയ പ്രവാചകനോടാണ് പ്രിയപ്പെട്ടവരെ. ആ സക്കറിയ പ്രവാചകന്റെ അരികിലേക്ക് ദൂതൻ അവനോട് പറയുകയാണ്, അരികിൽ ഇറങ്ങി വന്ന് പറയുകയാണ്, ഞാൻ ദൈവസന്നിധിയിൽ നിൽക്കുന്ന ഗബ്രിയേലാകുന്നു. ദൈവത്തിൻ്റെ സന്നിധിയിൽ നിൽക്കുന്ന ഗബ്രിയേൽ നമ്മുടെ അരികിലേക്ക് ഇറങ്ങി വരിക. ഗബ്രിയേലാകുന്നു, നിന്നോട് സംസാരിപ്പാനും ഈ സദ്വർത്തമാനം നിന്നോട് അറിയിപ്പാനും എന്നെ അയച്ചിരിക്കുന്നുവെന്ന്. ഇവിടെ നമ്മൾ ഓരോരുത്തരായിട്ട് നമുക്ക് കാണുകയാണ് പ്രിയപ്പെട്ടവരെ. ഈ ദൈവത്തിൻ്റെ ദൂതൻ വന്ന് പറയുന്നത് നമുക്ക് കാണുകയാണ്. അടുത്തതാം ദൂതൻ അവളുടെ അടുക്കൽ അകത്ത് ചെന്ന്, കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം, കർത്താവ് നിന്നോട് കൂടെ ഉണ്ട് എന്ന് പറഞ്ഞു. അത് മറിയയുടെ അരികിലേക്കാണ്. കന്യകാമറിയത്തിൻ്റെ അരികിലേക്ക് ദൂതൻ കടന്നു ചെല്ലുകയാണ്. അവളുടെ അടുക്കൽ അകത്ത് ചെന്ന്, കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം, കർത്താവ് നിന്നോട് കൂടെ ഉണ്ട് എന്ന് പറഞ്ഞു. അതെ, ദൂതൻ പറയുകയാണ്, കർത്താവ് നിന്നോട് കൂടെ ഉണ്ട് എന്ന്. The angel answered, I am Gabriel. I stand in the presence of God, and I have been sent to speak to you and to tell you this good news. The angel went to her and said, greetings, you who are highly favored, the Lord is with you. പ്രിയപ്പെട്ടവരെ, സന്തോഷം നൽകുന്ന അനുഭവമാണ് പ്രിയപ്പെട്ടവരെ ദൈവത്തിൻ്റെ ദൂതൻ കടന്നു വരിക എന്നത്. നിങ്ങൾ ഓരോരുത്തരും ആഗ്രഹിക്കണം, കർത്താവെ ഇവിടുന്ന് കടന്നു പോകുന്നതിന് മുമ്പ് ഈ ദൂതനെ ഞങ്ങൾക്ക് ഒന്ന് അനുഭവിക്കണം. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ ദൂതനെ അനുഭവിച്ചുകൊണ്ട് വേണം പ്രിയപ്പെട്ടവരെ ഈ ദൈവദൂതൻ്റെ പ്രതിഷ്ഠയിൽ നിസ്സാരരായ ഞങ്ങൾക്ക് കർത്താവെ ഇന്ന് നിൻ്റെ ദൂതനെ കാണുവാനുണ്ട് ഭാഗ്യം നൽകണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, നിസ്സാരരായ ഞങ്ങൾക്ക് ദൂതനെ കാണുക, അത് ഈ ഭൂമിയിൽ വെച്ച് കാണുക. ഇവിടെ നിന്ന് കടന്നു പോകുന്നതിന് മുമ്പ് ദൈവത്തിൻ്റെ ദൂതനെ കാണാൻ നമ്മൾ ആഗ്രഹിക്കണം പ്രിയപ്പെട്ടവരെ. നമുക്ക് സാധിപ്പിച്ചു തരും പ്രിയപ്പെട്ടവരെ. അടുത്തായി അപ്പോസ്തല പ്രവർത്തികൾ 5-ാം അധ്യായം 19-20 വാക്യങ്ങൾ. രാത്രിയിലോ കർത്താവിൻ്റെ ദൂതൻ കാരാഗൃഹവാതിൽ തുറന്ന് അവരെ പുറത്തു കൊണ്ടുവന്നു. നിങ്ങൾ ദേവാലയത്തിൽ ചെന്ന് ഈ ജീവന്റെ വചനമെല്ലാം ജനത്തോട് പ്രസ്താവിപ്പീൻ എന്ന് പറഞ്ഞു. അതേ പ്രിയപ്പെട്ടവരെ, കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് കർത്താവ് സ്വർഗാരോഹണം ചെയ്ത ശേഷം തൻ്റെ അപ്പോസ്തലന്മാരെല്ലാവരും കൂടിയിരിക്കുകയായിരുന്നു. ആ സമയം ഈ അപ്പോസ്തലന്മാരെ എല്ലാവരെയും കൂടി ഹെരോദാവ് പിടിക്കുകയാണ്. എല്ലാവരെയും പിടിച്ചു. എല്ലാ അപ്പോസ്തലന്മാരും എവിടെയാണ് ഇപ്പോൾ? രാത്രിയിലോ അവരെല്ലാവരും കാരാഗൃഹത്തിലാണ്. കർത്താവിൻ്റെ അപ്പോസ്തലന്മാരെല്ലാവരെയും പിടിച്ച് കൽത്തുറുങ്കിലാക്കിയിരിക്കുന്ന സമയമാണ് പ്രിയപ്പെട്ടവരെ. പക്ഷെ കർത്താവിൻ്റെ ദൂതൻ കാരാഗൃഹവാതിൽ തുറന്ന് അവരെ പുറത്തു കൊണ്ടുവന്നു. നിങ്ങൾ ദേവാലയത്തിൽ ചെന്ന് ഈ ജീവന്റെ വചനമെല്ലാം ജനത്തോട് പ്രസ്താവിപ്പിൻ എന്ന് പറഞ്ഞു പ്രിയപ്പെട്ടവരെ. അതേ, ജീവന്റെ വചനം പ്രസ്താവിക്കണം പ്രിയപ്പെട്ടവരെ. നിങ്ങളെയും ദൈവം വിളിക്കുകയാണ്, ജീവന്റെ വചനം പ്രസ്താവിപ്പാൻ വിളിക്കുകയാണ് പ്രിയപ്പെട്ടവരെ. തൻ്റെ അപ്പോസ്തലന്മാർക്ക് വേണ്ടി രാത്രിയിലോ കർത്താവിൻ്റെ ദൂതൻ കാരാഗൃഹവാതിൽ തുറന്ന് അവരെ പുറത്തു കൊണ്ടുവന്നു. നിങ്ങൾ ദേവാലയത്തിൽ ചെന്ന് ഈ ജീവന്റെ വചനം എല്ലാം ജനത്തോട് പ്രസ്താവിപ്പീൻ എന്ന് പറഞ്ഞു. ബട്ട് ഡ്യൂറിംഗ് ദ നൈറ്റ് an angel of the Lord opened the doors of the jail and brought them out. Go stand in the temple courts, he said, and tell the people the full message of this new life. പ്രിയപ്പെട്ടവരെ, തൻ്റെ അപ്പോസ്തലന്മാരെ ദൈവം വിടിയിരിക്കുകയാണ് തൻ്റെ ദൂതനെ അയച്ച്. അടുത്തതായി അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 8-ാം അധ്യായം 26-ാം വാക്യത്തിൽ വായിച്ചു കേൾക്കാം. അനന്തരം കർത്താവിൻ്റെ ദൂതൻ ഫിലിപ്പോസിനോട്, നീ എഴുന്നേറ്റ് തെക്കോട്ട് യെരുശലേമിൽ നിന്ന് ഗസയ്ക്കുള്ള നിർജ്ജനമായ വഴിയിലേക്ക് പോകുക എന്ന് പറഞ്ഞു. അതേവിടെ ഫിലിപ്പോസിനോട് ദൂതൻ ഇറങ്ങി എന്ന് പറയുകയാണ്, നീ എഴുന്നേറ്റ് തെക്കോട്ട് യെരുശലേമിൽ നിന്ന് ഗസയ്ക്കുള്ള നിർജ്ജനമായ വഴിയിലേക്ക് പോകുക എന്ന് പറഞ്ഞു. അതേ, ദൂതൻ വഴി നടത്തുകയാണ് പ്രിയപ്പെട്ടവരെ. ഇവിടെ ഫിലിപ്പോസിനെ വഴി നടത്തുകയായിട്ട് നമുക്ക് കാണാം. Now an angel of the Lord said to Philip,
goes south to the road, the desert road that goes down from Jerusalem to Gaza. പ്രിയപ്പെട്ടവരെ, ഇതാണ് ഓരോരുത്തരെയും ദൈവദൂതന്മാർ വഴി നടത്തുകയാണ്. വീണ്ടും നമുക്ക് കാണാം അപ്പോസ്തല പ്രവൃത്തികൾ 10-ാം അധ്യായം 5-ാം വാക്യം. ഇപ്പോൾ യോപ്പയിലേക്ക് ആളയച്ച് പത്രോസ് എന്ന മറുപേരുള്ള ശീമോനെ വരുത്തുക എന്ന് കണ്ട ദൂതൻ ഇറങ്ങുമെന്ന് പറയുകയാണ്. ഇപ്പോൾ യോപ്പയിലേക്ക് ആളയച്ച് പത്രോസ് എന്ന മറുപേരുള്ള ശീമോനെ വരുത്തുക എന്ന്. Now send men to Joppa to bring back a man named Simon who is called Peter. പ്രിയപ്പെട്ടവരെ, ഇവിടെയും നാം കാണുകയാണ്. വീണ്ടും അപ്പോസ്തല പ്രവൃത്തികൾ 27-ാം അധ്യായം 23-ാം വാക്യത്തിൽ കാണുകയാണ്. എൻ്റെ ഉടയവനും ഞാൻ സേവിച്ച് വരുന്നവനുമായ ദൈവത്തിൻ്റെ ദൂതൻ ഈ രാത്രിയിൽ എൻ്റെ അടുക്കൽ നിന്ന് എന്ന് അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്. എൻ്റെ ഉടയവനും ഞാൻ സേവിച്ച് വരുന്നവനുമായ ദൈവത്തിൻ്റെ ദൂതൻ ഈ രാത്രിയിൽ എൻ്റെ അടുക്കൽ നിന്നു എന്ന്. പ്രിയപ്പെട്ടവരെ, ചില രാത്രികളിലെല്ലാം നമ്മുടെ ജീവിതത്തിലും കടന്നു വരാൻ പ്രിയപ്പെട്ടവരെ. ആ 2 രാത്രികളിലും ദൈവത്തിൻ്റെ ദൂതൻ നമ്മോടൊപ്പം കൂടെ ഇരിക്കും. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ദൈവത്തെ സ്നേഹിക്കുക. കർത്താവായ യേശു ക്രിസ്തുവിനെ നിങ്ങൾ സ്നേഹിക്കുമെങ്കിൽ അവൻ നിങ്ങളോടൊപ്പം ഇരിക്കും. അടുത്ത വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം 1-ാം വാക്യം. യേശു ക്രിസ്തുവിൻ്റെ വെളിപ്പാട് വേഗത്തിൽ സംഭവിക്കാനുള്ളത് തൻ്റെ ദാസന്മാരെ കാണിക്കേണ്ടതിന് ദൈവം അത് അവന് കൊടുത്തു. അവൻ അത് തൻ്റെ ദൂതൻ മുഖാന്തരം അയച്ച് തൻ്റെ ദാസനായ യോഹന്നാന് പ്രദർശിപ്പിച്ചു. പ്രിയപ്പെട്ടവരെ, വേഗത്തിൽ സംഭവിക്കാനിരിക്കുന്നത് തൻ്റെ ദാസന്മാരെ കാണിക്കേണ്ടതിന് ദൈവം അത് യേശുവിന് കൊടുത്തു. യേശു അത് തൻ്റെ ദൂതൻ മുഖാന്തരം അയച്ച് തൻ്റെ ദാസനായ യോഹന്നാന് പ്രദർശിപ്പിച്ചു. പ്രിയപ്പെട്ടവരെ, ദ റെവലേഷൻ ഓഫ് ജീസസ് ക്രൈസ്റ്റ് which God gave him to show his servants what must soon take place. He made it known by sending his angel to his servant John. Oh, hallelujah. പ്രിയപ്പെട്ടവരെ, ദൈവദൂതന്മാർ ദൈവത്തിൻ്റെ തിരുവിഷ്ടം അനുസരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. പ്രിയപ്പെട്ടവരെ, ദൈവദൂതന്മാർ ദൈവത്തിൻ്റെ തിരുവിഷ്ടം അനുസരിക്കുന്നു. സങ്കീർത്തന പുസ്തകം 103-ാം അധ്യായം 20-ാം വാക്യം. അവൻ്റെ വചനത്തിൻ്റെ ശബ്ദം കേട്ട് അവൻ്റെ ആജ്ഞ അനുസരിക്കുന്ന വീരന്മാരായി അവൻ്റെ ദൂതന്മാരായുള്ളവരെ യഹോവയെ വാഴ്ത്തുവിനെന്ന് സങ്കീർത്തനക്കാരനായ ദാവീദ് പറയുകയാണ്. അവൻ്റെ വചനത്തിൻ്റെ ശബ്ദം കേട്ട് അവൻ്റെ ആജ്ഞ അനുസരിക്കുന്ന വീരന്മാരായി അവൻ്റെ ദൂതന്മാരായുള്ളവരെ യഹോവയെ വാഴ്ത്തുവിനെന്ന്. ദൂതന്മാരോട് ചേർന്ന് സ്വർഗത്തിലെ ദൈവത്തെ വാഴ്ത്തുവാൻ നമുക്കും കഴിയും. പ്രിയപ്പെട്ടവരെ, പ്രൈസ് ദ ലോർഡ്, യു ഹിസ് ഏഞ്ചൽസ്, യു മൈറ്റി വൺ ഹു ഡു ഹിസ് ഹൈഡിങ്, ഹു ഒബേ ഹിസ് വേർഡ്. പ്രിയപ്പെട്ടവരെ, വചനത്തിൻ്റെ ശബ്ദം കേട്ട് അവൻ്റെ ആജ്ഞ അനുസരിക്കുന്ന വീരന്മാരായി അവൻ്റെ ദൂതന്മാരായുള്ളവരെ യഹോവയെ വാഴ്ത്തുവിനെന്ന്. അടുത്തായി മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 10-ാം വാക്യം. നിന്റെ രാജ്യം വരണമേ, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. എന്താണ് പ്രിയപ്പെട്ടവരെ ദൈവത്തിൻ്റെ രാജ്യം വരിക? അത് ദൂതന്മാർ നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ എന്ന് നമ്മുടെ പ്രാർത്ഥനകളാണ്. പ്രിയപ്പെട്ടവരെ, നിന്റെ രാജ്യം വരണമേ, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. യുവർ കിങ്ഡം കം, യുവർ വിൽ ബി ഡൺ ഓൺ എർത്ത് ആസ് ഇറ്റ് ഈസ് ഇൻ ഹെവൻ. പ്രിയപ്പെട്ടവരെ, അടുത്തായി ദൈവത്തിൻ്റെ ദൂതന്മാർ ദൈവത്തിൻ്റെ ഉദ്ദേശങ്ങൾ നിർവഹിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. പ്രിയപ്പെട്ടവരെ, അത് നമുക്ക് അടുത്ത പ്രാവശ്യത്തെ ക്ലാസ്സിൽ ചിന്തിക്കാമെന്ന് ഞാൻ കർത്താവിൽ പ്രത്യാശ വയ്ക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കണം. നിന്റെ രാജ്യം വരണമേ, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അതേ കർത്താവ് നമ്മെ പ്രാർത്ഥിപ്പാൻ പഠിപ്പിച്ച പ്രാർത്ഥനയാണ്. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ രാജ്യം വരണമേ എന്ന് നാം പ്രാർത്ഥിക്കാറുണ്ടോ? സ്വർഗരാജ്യം ഈ ഭൂമിയിലാവുക, അതാണ് നിന്റെ രാജ്യം വരണമേ, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. സ്വർഗത്തിലെ പിതാവിൻ്റെ ഇഷ്ടം ദൈവത്തെ നാം സ്തുതിക്കുന്നവരാകണമെന്നാണ് പ്രിയപ്പെട്ടവരെ. ദൈവത്തെ ആരാധിക്കുന്ന ഒരു കൂട്ടം ജനം, പ്രിയപ്പെട്ടവരെ, ദൈവത്തെ നാം നന്ദി അറിഞ്ഞ ഹൃദയത്തോടെ ദൈവത്തെ സ്തുതിക്കുക. അതാണ് ദൈവം ആഗ്രഹിക്കുന്ന പ്രിയപ്പെട്ടവരെ, അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ദൂതന്മാർ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൈവത്തിൻ്റെ മുഖം കണ്ടുകൊണ്ട് 6 ചിറകുള്ള സോപ്രയന്മാർ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കുകയാണ്. മാലാഖമാർ, ആ മാലാഖമാരുടെ ഒരു നിമിഷം നിങ്ങളെ ഞാൻ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുകയാണ് പ്രിയപ്പെട്ടവരെ. സ്വർഗീയ ദർശനങ്ങൾ നിങ്ങൾക്ക് നൽകാൻ ആഗ്രഹിക്കുകയാണ് പ്രിയപ്പെട്ടവരെ. നമുക്ക് കടന്നു ചെല്ലാൻ കഴിയാം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രക്തത്തിൽ നിങ്ങൾ ആശ്രയിക്കുക. അവിടുത്തെ പരിശുദ്ധ രക്തത്തിൽ ആശ്രയിച്ചുകൊണ്ട് അപ്പ ഞങ്ങൾ സ്വർഗീയ തീരത്തേക്ക് ഒന്ന് കടന്നു വരട്ടെ അപ്പ. സ്വർഗം കാണുക ഈ ഭൂമിയിൽ ഇരുന്നുകൊണ്ട് അത് ഭാഗ്യകരമായ ഒരു അനുഭവമാണ് പ്രിയപ്പെട്ടവരെ. ഒരു സ്വർഗരാജ്യമുണ്ട് പ്രിയപ്പെട്ടവരെ.
നാം കാണുന്നുണ്ട്. ശാസ്ത്രം ഇന്ന് പല പല ഗ്രഹങ്ങൾ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. നാം കുട്ടികളായിരുന്നപ്പോൾ നാം പഠിച്ചു 9 ഗ്രഹങ്ങൾ മാത്രമേ നമുക്ക് അന്ന് അറിയാമായിരുന്നുള്ളൂ. പക്ഷേ ഇന്ന് വീണ്ടും 16 ഗ്രഹങ്ങൾ കണ്ടതായിട്ട് പറയുന്നു. അതേ ഗ്രഹങ്ങൾക്കപ്പുറം പ്രിയപ്പെട്ടവരെ ഒരു സ്വർഗരാജ്യമുണ്ട് പ്രിയപ്പെട്ടവരെ. ആ രാജ്യത്തേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ട് പോകും. നമുക്ക് മനസ്സുകൊണ്ട് നമുക്ക് കർത്താവിൻ്റെ അരികിലേക്ക്, പിതാവാം ദൈവത്തിൻ്റെ അരികിലേക്ക് നമുക്കൊന്ന് കടന്നു ചെല്ലാൻ ശ്രമിക്കാൻ പ്രിയപ്പെട്ടവരെ. നമുക്ക് കടന്നു ചെല്ലുമ്പോൾ കാണാം കർത്താവിന് ചുറ്റും കർത്താവിൻ്റെ ദൂതന്മാർ, അവൻ്റെ തേജസ് നിങ്ങളൊന്ന് കാണൂ പ്രിയപ്പെട്ടവരെ. സ്വർഗീയ തേജസ്, സ്വർഗത്തിൻ്റെ മഹത്വം. ഹല്ലേലൂയ പ്രിയപ്പെട്ടവരെ. ആ തേജസ്സിന് മുമ്പിലേക്ക് നമുക്ക് കടന്നു ചെല്ലുവാൻ കഴിയില്ല പ്രിയപ്പെട്ടവരെ. നമുക്ക് ആഗ്രഹിക്കാം, കർത്താവെ ഞങ്ങൾക്ക് നിൻ്റെ തേജസ് തരണമേ എന്ന്. ആ സ്വർഗീയ തേജസ് ഇന്ന് നിങ്ങളുടെ മേൽ പകരുവാൻ സ്വർഗം ആഗ്രഹിക്കുകയാണ് പ്രിയപ്പെട്ടവരെ. അപ്പോൾ ഈ ഭൂമിയിൽ ഇരുന്ന് നിസ്സാരരായി ഞങ്ങൾ, വെറും പൂട്ടികളായി ഞങ്ങൾ കർത്താവെ, അപ്പോൾ നിൻ്റെ തേജസ്സിന് വേണ്ടി ഞങ്ങൾ ആഗ്രഹിക്കുന്നു കർത്താവെ. അപ്പോൾ അവിടുത്തെ പരിശുദ്ധമാർന്ന രക്തത്തിൽ മാത്രം ആശ്രയിച്ചുകൊണ്ടാണ് അപ്പോൾ ഞങ്ങൾക്ക് നിൻ്റെ തിരുസന്നിധിയിലേക്ക് കടന്നു വരുവാൻ കഴിയുള്ളൂ. അപ്പോൾ നിൻ്റെ ക്രൂശ് മരണത്തിൽ കൂടി മാത്രമേ ഞങ്ങൾക്ക് സ്വർഗീയ രാജ്യത്തിലേക്ക് കടന്നു വരുവാൻ കഴിയുകയുള്ളൂ കർത്താവെ. അപ്പോൾ മഹാപാപികളായ ഞങ്ങൾക്ക് കർത്താവെ, അപ്പോൾ സ്വർഗരാജ്യത്തിലേക്ക് നീ വഴി വെട്ടി ഒരുക്കിയതാവുന്നല്ലോ. അപ്പോൾ നിൻ്റെ ക്രൂശ് മരണം, നിൻ്റെ കാലുകളിലേക്ക് കാര്യരുമ്പാണികൾ അടിച്ചത്, നിൻ്റെ കൈകളിലേക്ക് കാര്യരുമ്പാണികൾ അടിച്ചത് കർത്താവെ, നിൻ്റെ ഹൃദയത്തിലേക്ക് കുന്തം കൊണ്ട് കുത്തിയത്, നിൻ്റെ പുറമെല്ലാം മുഴുവൻ ചാലുപോലെ അടിച്ച് കീറിയത് കർത്താവെ, നിന്റെ ശിരസിൽ മുൾമുടി ചൂടി കർത്താവെ, അപ്പോൾ നീ കടന്നു പോയത്. ഹല്ലേലൂയ. 3 ആണികളിൽ മേൽ തൂക്കപ്പെട്ട് കിടക്കുന്ന കർത്താവിനെ ഞങ്ങൾ കാണുകയാണ്. അപ്പോൾ എന്തിനു വേണ്ടിയാണ് അപ്പോൾ നീ സ്വർഗം ചായച്ച് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നത് കർത്താവെ? ഈ ഭൂമിയിലായിരിക്കുന്ന ഞങ്ങളെ സ്വർഗത്തിലാക്കുവാൻ വേണ്ടിയാണല്ലോ അപ്പോൾ നീ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നത്. ഹല്ലേലൂയ. അപ്പോൾ ഞങ്ങളെ സ്വർഗത്തിലേക്ക് കയറ്റിക്കൊണ്ടു പോകുവാനാണപ്പോൾ നീ സ്വർഗം ചായച്ച് ഈ ഭൂമിയിലേക്ക് കടന്നു വന്നത്. മൺമരായ ഞങ്ങളെ കർത്താവെ സ്വർഗീയ രാജ്യത്തിൻ്റെ അവകാശികളാക്കുവാൻ കർത്താവെ നീ സ്വർഗലോകം വിട്ട് കർത്താവെ ഈ ഭൂമിയിൽ ജനനം ചെയ്ത് ഞങ്ങൾക്ക് വേണ്ടി അവസാന തുള്ളിച്ചൊട്ടം വരെയും ഊറ്റിത്തന്ന് കർത്താവെ നിന്റെ പരിശുദ്ധി ഞങ്ങളിലേക്ക് പകർന്ന്, നിന്റെ തേജസ് ഞങ്ങളിലേക്ക് പകർന്ന് കർത്താവെ ഞങ്ങളിലുള്ള കയ്പുകളും ഞങ്ങളിലുള്ള സകല പാപങ്ങളും രോഗങ്ങളും ശാപങ്ങളും ദാരിദ്ര്യങ്ങളെല്ലാം കർത്താവായ യേശു ക്രിസ്തു കർത്താവെ മുഴുവൻ വലിച്ചെടുത്ത് കർത്താവെ അപ്പോൾ അതിനെ ഞങ്ങളിലേക്ക് സ്വർഗത്തിൻ്റെ തേജസ് പകരുവാൻ അവിടുന്ന് തിരുമനസ്സാകണമേ എന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായി രൂപാന്തരപ്പെടുവാൻ തക്കവണ്ണം സ്വർഗത്തിലെ അപ്പോൾ അവിടുത്തെ പരിശുദ്ധികളിലേക്ക് പകരണമേ എന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു കർത്താവെ. മുടി തൊട്ടടി വരെ ഞങ്ങളെ കഴുകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഞങ്ങളുടെ ശരീരത്തിലെ എല്ലാ മലിനതകളും കഴുകിക്കളയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ശരീരത്തിൻ്റെ എല്ലാ ബലഹീനതകളെയും സൗഖ്യമാക്കുന്ന കുഞ്ഞാടിൻ്റെ വിലയേറിയ രക്തത്തെയും തിരുമുറിവുകളെയും സ്തുതിച്ച് സ്തോത്രം ചെയ്യുകയാണ്. അപ്പോൾ ഞങ്ങളുടെ പ്രാണന്റെ ഇഷ്ടതകളെ സൗഖ്യമാക്കുന്ന കുഞ്ഞാടിൻ്റെ വിലയേറിയ രക്തത്തെയും തിരുമുറിവുകളെയും സ്തുതിച്ച് സ്തോത്രം ചെയ്യുകയാണ്. അപ്പോൾ ഞങ്ങളുടെ ആത്മാവിൻ്റെ രോഗത്തെ സൗഖ്യമാക്കുന്ന കുഞ്ഞാടിൻ്റെ വിലയേറിയ രക്തത്തെ ഞങ്ങൾ സ്തുതിക്കുകയാണ്, സ്തോത്രം ചെയ്യുകയാണ് കർത്താവെ. ആ പരിശുദ്ധ രക്തം കൊണ്ട് ഞങ്ങളെ കഴുകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അവിടുത്തെ പരിശുദ്ധിയും അവിടുത്തെ സ്നേഹവും കർത്താവെ, അവിടുത്തെ തേജസ് ഞങ്ങളുടെ മേൽ പകരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അപ്പോൾ ഞങ്ങൾ തേജസ്സുള്ളവരാകട്ടെ, സ്വർഗത്തിലെ ദൂതന്മാരെ കാണുന്നവരാകട്ടെ കർത്താവെ. സ്വർഗത്തിൻ്റെ ദൂതൻ ഞങ്ങളുടെ കൂടെ ഉണ്ട് എന്നുള്ള ഉറപ്പ്, ഞങ്ങൾ തനിച്ചല്ല എന്നുള്ള ഉറപ്പ്. ഹല്ലേലൂയ. ഞങ്ങൾ ഏകരായിട്ടല്ല കർത്താവെ. യാക്കോബ് ഏകനായി മരുഭൂമിയിൽ കൂടി കടന്നു പോയപ്പോൾ അവിടുത്തെ ദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്ന ദർശനം നീ കാണിച്ചു കൊടുത്തുവല്ലോ പ്രിയ അപ്പാ. സ്തോത്രം യാക്കോബിന്. കർത്താവെ, നിന്റെ ദൂതനെ ഞങ്ങൾ ഇതുവരെയും തിരിച്ചറിഞ്ഞില്ല. എത്രയോ ആപത്തുകൾ വരാമായിരുന്നു, അനർത്ഥങ്ങൾ വരാമായിരുന്നു. ഈ ഭൂമിയിൽ നിന്ന് കടന്നു പോകേണ്ട അനേക സാഹചര്യങ്ങൾ വന്നിരുന്നു. എന്നാൽ ദുഷ്ടൻ ഞങ്ങളെ റാഞ്ചി കൊണ്ടുപോകാൻ പദ്ധതി ഇട്ടിരുന്നു. എന്നാൽ അവിടുത്തെ ദൂതൻ കടന്നു വന്ന് കർത്താവെ ഞങ്ങൾക്ക് വേണ്ടി ഇടപെട്ടതിനെ ഓർത്ത് ഞങ്ങൾ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങൾ സ്തുതിക്കുകയാണ്, സ്തോത്രം ചെയ്യുകയാണ് കർത്താവെ. സ്വർഗീയ ദൂതന്മാരുടെ സാന്നിധ്യം അനുഭവിച്ച് കർത്താവായ യേശു ക്രിസ്തുവിനെ സ്നേഹിച്ച് ആരാധിച്ച് ദൈവത്തെ ആരാധിച്ച് മഹത്വപ്പെടുത്തിക്കൊണ്ട് കർത്താവെ ഇനിയുള്ള ശിഷ്ടായുസ് ജീവിപ്പാൻ ഞങ്ങൾ നീ ഓരോരുത്തരെയും സഹായിക്കണമേ എന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു കർത്താവെ. കർത്താവെ, ഇന്ന് കടന്നു വന്ന ഓരോരുത്തർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ അവിടുന്ന് പൂർണ്ണ സൗഖ്യങ്ങൾ കർത്താവെ പകരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അപ്പോൾ സൗഖ്യമാക്കുന്ന ദൂതൻ നീ റിലീസ് ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ആ ദൂതൻ വഴി സൗഖ്യം നീ അയക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ദാരിദ്ര്യങ്ങൾ മാറിപ്പോകട്ടെ കർത്താവെ. സാമ്പത്തിക വഴികൾ തുറന്നു വരുന്ന ദൂതനെ അപ്പോൾ റിലീസ് ചെയ്യണമേ എന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ ഹല്ലേലൂയ കർത്താവെ. അപ്പോൾ എല്ലാ വഴികളിലും അവിടുത്തെ ദൂതന്മാരുടെ കാവലും കരുതലും ഉണ്ടായിരിക്കണമേ. യഹോവ ഭക്തന്മാരുടെ ചുറ്റും തന്റെ ദൂതന്മാർ പാളയമിറങ്ങി അവർ വിടുവിക്കുന്നു. പ്രിയപ്പെട്ടവരെ,
ദൂതന്മാർ പാളയം ഇറങ്ങി പിടിയിക്കുന്ന ആ ഭാഗ്യകരമായ അനുഭവത്തിലേക്ക് ഞങ്ങളെ ഓരോരുത്തരെയും വഴി നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അപ്പോൾ ഇനി ഞങ്ങൾ കൂടി കാണുന്നവരെയും ഞങ്ങളെ ഓരോരുത്തരെയും കോഴിതൻ്റെ കുഞ്ഞുങ്ങളെ പരിപാലിക്കുന്നത് പോലെ അവിടുത്തെ ദൂതന്മാരുടെ സംരക്ഷണം തന്ന് ഞങ്ങളെ പരിപാലിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഇന്ന് കടന്നു വന്ന ഓരോരുത്തരുടെ മേലും ഒപ്പൻ്റെ ആണിപ്പാടുള്ള കരം വെക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. കർത്താവേ, നിൻ്റെ ആണിപ്പാടുള്ള സ്പർശനത്തിൻ്റെ ആ അനുഭവം ഞങ്ങൾ അനുഭവിക്കട്ടെ. അപ്പോൾ നിങ്ങളുടെ കരങ്ങളിൽ നീ മുറുകെ പിടിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിന്റെ രാജ്യത്തിലെത്തി നിന്നെ മുഖാമുഖം കാണുന്നവരെയും അപ്പോൾ കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ പരിപാലിക്കുന്ന പോലെ ഞങ്ങളെ ഓരോരുത്തരെയും പരിപാലിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിന്റെ രണ്ടാമത്തെ വരവ് എപ്പോഴും ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ കർത്താവേ. എപ്പോൾ നീ രണ്ടാമത് കടന്നു വന്നാലും അപ്പോൾ നിന്റെ രാജ്യത്തിലേക്ക് പറന്നു വരുവാൻ തക്കവണ്ണം നിന്റെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങൾ നിറയ്ക്കണമേ. നിന്റെ മുഖത്തിൽ ഞങ്ങളുടെ മേൽ പകരണമേ. നിന്റെ തേജസ് ഞങ്ങളുടെ മേൽ പകരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ ആത്മാവിൽ അഭിഷേകം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ ആത്മാക്കളെ അഭിഷേകത്തോടെ എഴുന്നേൽപ്പിക്കണമേ എന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അപ്പോൾ ആ സ്തോത്രം തന്ന എല്ലാ നന്മകൾക്കായി സ്തോത്രം, കൃപകൾക്കായി സ്തോത്രം, അടികൾക്കായി ജീവൻ തന്ന യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേട്ട ഉത്തരം തരുമാറാകണം പിതാവേ. ആമേൻ, ആമേൻ. ഇത്രയും സമയം ദൈവസന്നിധിയിലായിരിക്കാൻ കർത്താവ് നമ്മെ സഹായിച്ചു. ഇന്ന് കടന്നു വന്ന ഓരോരുത്തരോടുമുള്ള പ്രത്യേക നന്ദി അറിയിക്കുന്നു. നമ്മൾ നമ്മുടെ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ ഭാഗമായിട്ട് ചികിത്സാ സഹായം അതുപോലെയുള്ള കാര്യങ്ങളെല്ലാം നാം ചെയ്തു വരുന്നുണ്ട്. നമുക്ക് തന്ന ഒരു അപേക്ഷയിന്മേൽ തിരുമാറാടി പുളിക്കത്തടത്തിൽ സരോജിനി മോഹന നമ്മളെ ചെറിയൊരു ചികിത്സാ സഹായം ആദ്യ ഗഡുവായിട്ട് നമ്മൾ കൊടുക്കുകയാണ്. അത് വാങ്ങുന്നതിന് വേണ്ടി സരോജിനി മോഹനെ ക്ഷണിക്കുകയാണ്. ശരി, കർത്താവിനെ പ്രാർത്ഥിക്കുക. ഓക്കെ, ശരി. സരോജിനിക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കേണ്ടതുണ്ട്. നമുക്ക് ആശീർവാദത്തോടെ തിരിയാം. പിതാവാം ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനാം ദൈവത്തിൻ്റെ കൃപയും പരിശുദ്ധാത്മാവിൻ്റെ സംബന്ധവും സഹവാസവും നമ്മൾ ഓരോരുത്തരോടൊപ്പം എന്നും എന്നാളും ഉണ്ടായിരിക്കട്ടെ. ആമേൻ.